Good morning, my dear students. Welcome to another class of economics. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക്സിലെ സ്റ്റാറ്റിക് സൈഡിലെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മൾ ഇതിനു മുൻപ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതിനെ നമ്മൾ മറ്റൊരു രീതിയിൽ പറയുന്നു ആവറേജസ്, ദെൻ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, റിലേറ്റീവ് ആൻഡ് ആബ്സല്യൂട്ട് വാല്യൂസ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു. ദെൻ കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇനി ഉള്ളത് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലെ മെയിനായിട്ടുള്ള കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. എന്താണ് ഈ ചാപ്റ്ററിൻ്റെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നോക്കാം. അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ ടേം ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ബിക്കം ഫെമിലിയർ വിത്ത് ദ യൂസസ് ഓഫ് സം വൈഡ്ലി യൂസ്ഡ് ഇൻഡെക്സ് നമ്പേഴ്സ്. അല്ലെ, ഇൻഡെക്സ് നമ്പർ ഏതൊക്കെ ടൈപ്പ് ഇൻഡെക്സ് നമ്പറാണ് നമ്മുടെ വേൾഡിൽ അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുന്നതോട് കിട്ടുന്ന അപ്രീഷിയേറ്റ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്. ഇൻഡെക്സ് നമ്പർ എന്താണ്, അതിൻ്റെ മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സൊക്കെ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ദെൻ കാൽക്കുലേറ്റ് ആൻഡ് ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്പർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഏതൊക്കെ മെത്തേഡുകളുണ്ട്, ഏതൊക്കെ മെത്തേഡുകളാണ് നമ്മൾ അത് കോമൺലി യൂസ് ചെയ്യുന്നത്, ഏതൊക്കെയാണ്, നേരത്തെ ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. ഒപ്പം ഇതിൻ്റെ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് കണ്ടൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻഡെക്സ് നമ്പറിൻ്റെ മീനിങ് ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്, അതിൽ ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലംസ് ഉണ്ട്, ദ ലിമിറ്റേഷൻസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, മെത്തേഡ്സ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ദ മെത്തേഡ്സ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് ദ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് കൂടുതലായിട്ട് പരീക്ഷയ്ക്ക് വരാറുണ്ട്. സം ഇമ്പോർട്ടൻ്റ് ഇൻഡെക്സ് നമ്പേഴ്സ്, അതിൽ അഗ്രികൾച്ചർ ഇൻഡെക്സ്, പ്രൊഡ്യൂസേഴ്സ് ഇൻഡെക്സ്, ഇൻഡസ്ട്രിയൽ ഇൻഡെക്സ്, സെൻസെക്സ്, അങ്ങനെ കുറേ ഉണ്ട്. ദെൻ യൂസസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡെക്സ് യൂസ്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ദെൻ അതിൽ ഇൻഫ്ലേഷൻ റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻഫ്ലേഷൻ ആൻഡ് ഇൻഡെക്സ് നമ്പേഴ്സ്, അതിൻ്റെ കൺക്ലൂഷൻ. ദെൻ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസുമാണ് ഈ ഒരു സ്ലൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ഏറ്റവും ആദ്യം നമ്മളിതിൻ്റെ മീനിങ് പറഞ്ഞു. മറ്റുള്ള ആവറേജസിനെ പോലെ തന്നെ ഇൻഡെക്സ് നമ്പറും ഒരു സ്പെഷ്യലൈസ്ഡ് ആവറേജസ് ആണ്. നമ്മൾ മീൻ, മീഡിയൻ, മോഡ്, ദെൻ മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും ഒരു സ്പെഷ്യലൈസ്ഡ് ആവറേജ് ആണ്. പക്ഷേ മറ്റു ആവറേജുകളിൽ നിന്നും തികച്ചു വ്യത്യസ്തമായി ഇതിൽ ഒരു കുറച്ച് യൂണിറ്റുകളുടെ ഡിഫറെൻറ്റ് പീരിയഡ്സുകളിലുള്ള അല്ലെങ്കിൽ വിവിധ കാലഘട്ടങ്ങളിലുള്ള വിവിധ യൂണിറ്റുകളുടെ ഒരു കമ്പാരിസൺ ഇതിൽ നടത്തുന്നുണ്ട്. നമുക്കിവിടെ നോക്കാം. ആൻ ഇൻഡെക്സ് നമ്പർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഫോർ മെഷറിംഗ് ദ റിലേറ്റീവ് ചേഞ്ചസ്. ശ്രദ്ധിക്കണം, ഇറ്റ്സ് മെഷറിംഗ് ദ റിലേറ്റീവ് ചേഞ്ചസ് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾ ഓവർ എ ടൈം. അല്ലേ, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഓരോ പീരിയഡ് ഓഫ് ടൈമിൽ വ്യത്യസ്ത വേരിയബിൾസിൻ്റെ വ്യത്യസ്ത അളവുകളെ കമ്പയർ ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ആവറേജസ് ആണ് ഏതെന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ദെൻ ഇൻഡെക്സ് നമ്പർ പലപ്പോഴും എന്താണ്, പെർസെൻറ്റേജിലാണ്. കാരണം ഇൻഡെക്സ് നമ്പർ വാല്യൂ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ നടത്തുമ്പോൾ മിക്കവാറും അത് പെർസെൻറ്റേജിലാണ്. ഇൻഡെക്സ് നമ്പർ ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജിലാണ്. ദെൻ ഓഫ് ദ ടു പീരിയഡ്സ്, നമ്മൾ രണ്ട് പീരിയഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ പീരിയഡിൽ ദ പീരിയഡ് വിച്ച് കമ്പാരിസൺ ഈസ് ടു ബി മെയ്ഡ് ഈസ് നോൺ ആസ് ദ ബേസ് പീരിയഡ്. നമ്മൾ ഏത് വർഷത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണോ നമ്മൾ കമ്പാരിസൺ നടത്തുന്നത്, ആ കമ്പാരിസൺ നടത്തുന്ന ഇയറിനെ അല്ലെങ്കിൽ പീരിയഡിനെ നമ്മൾ ബേസ് പീരിയഡ് അല്ലെങ്കിൽ ബേസ് ഇയർ എന്നുള്ള രീതിയിൽ പറയുന്നു. ബേസ് ഇയർ എന്നുള്ള രീതിയിൽ പറയുന്നു, അല്ലെങ്കിൽ ബേസ് പീരിയഡ്. Of the two period, the period which with which the comparison is to be made. Comparison ഏത് വർഷവുമായിട്ടാണോ നമ്മൾ ചെയ്യുന്നത് ആ വർഷത്തെ നമ്മൾ ബേസ് ഇയർ ഓർ ബേസ് പീരിയഡ് എന്നുള്ളത് പറയുന്നു. അടുത്ത പ്രത്യേകത, the index number for base period is always taken as 100. 100 ആയിട്ടാണ് അല്ലെങ്കിൽ 100 ആയിട്ടാണ് ഏത് എല്ലായ്പ്പോഴും നമ്മൾ ഇതിൻ്റെ ബേസ് പീരിയഡ് കോമൺ ആയിട്ട് നമ്മൾ എടുക്കാറ്. Then അതുകൊണ്ട് തന്നെ ലാസ്റ്റത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, therefore the study of the index number help us to know the percentage changes in the value of the different variables over a period of time with
റെഫറൻസ് ടു ദ ബേസ് ഇയർ അല്ലേ, ബേസ് ഇയറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ വാല്യൂസൊക്കെ നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ അടുത്ത ഏരിയയിലേക്ക് നമ്മൾ പോകുന്നു. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡെക്സ് നമ്പർ? ഒരു ഇൻഡെക്സ് നമ്പറിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഫസ്റ്റ് പോയിന്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതിനെ കുറിച്ച് നമുക്ക് ഇവിടെ നോക്കാം. ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഇവിടെ പറയുന്നത് ഇൻഡെക്സ് ആർ ദ സ്പെഷ്യലൈസ്ഡ് ആവറേജ് എന്ന് പറയുന്നത്. ഒരു സ്പെഷ്യലൈസ്ഡ് ആവറേജ് ആണ് ഇൻഡെക്സ് നമ്പർ. ഇപ്പോൾ എൻ്റെ ഡീറ്റെയിലേക്ക് നോക്കാം. ഇൻഡെക്സ് നമ്പർ ആർ യൂസ്ഡ് ഫോർ ദ കമ്പാരിസൺ ഓഫ് സച്ച് വേരിയബിൾ വിച്ച് ഹാവ് എ ഡിഫറെൻറ്റ് യൂണിറ്റ് അല്ലെ, ഡിഫറെൻറ്റ് യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് യൂണിറ്റുകൾ അല്ലെ, കിലോഗ്രാമിലുണ്ട്, ലിറ്ററിലുണ്ട്, ദെൻ മീറ്ററിലുണ്ട്, സെൻറ്റിമീറ്ററിലുണ്ട്, അങ്ങനെയുള്ള വ്യത്യസ്ത യൂണിറ്റിലുള്ള വാല്യൂസ് തരുന്നത് കൊണ്ട് തന്നെ ആ വാല്യൂസിനൊക്കെ നമ്മൾ എന്താണ് ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഒരു സ്പെഷ്യലൈസ്ഡ് ആവറേജ് എന്നുള്ള രീതിയിലേക്ക് എടുക്കുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഇൻഡെക്സ് നമ്പേഴ്സ് ആർ മെഷർ ഓഫ് ദ റിലേറ്റീവ് ചേഞ്ചസ്. റിലേറ്റീവ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒരു ബേസ് ഇയറിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന വാല്യൂസും ദെൻ ഇപ്പോഴുള്ള ഒരു കാലഘട്ടത്തിലുള്ള വാല്യൂസും തമ്മിൽ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഒരു റിലേഷൻ നമ്മൾ അവിടെ ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് ഇൻഡെക്സ് നമ്പർ measure the relative percentage change in the variable over a period of time so that it's expressed in the terms of 100 or percentage എന്നുള്ള രീതിയിലാണ് ഇതിനെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. Then അടുത്തത് പറയുന്നത് they measure the changes in the composite and the complex phenomenon. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കാം, അടുത്ത പോയിന്റ് പറഞ്ഞതിൽ ഇൻഡെക്സ് നമ്പർ ആർ യൂസ്ഡ് ടു മെഷർ ദ ചേഞ്ചസ് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സർട്ടൻ ഫിനോമിനൻ വിച്ച് ആർ നോട്ട് കേപ്പബിൾ ഇൻ ഡിഫറെൻറ്റ് ഡയറക്റ്റ് മെഷർമെൻറ്റ്. നമുക്ക് ഡയറക്റ്റ് മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ചില യൂണിറ്റുകളും ഡാറ്റകളൊക്കെ തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ആയിട്ടുള്ളതും കോംപ്ലക്സ് ആയിട്ടുള്ള ഫിനോമിനൻസൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഇൻഡെക്സ് നമ്പറുകളിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. Then basis of comparison എന്ന് പറയുന്നത് they are constructed to make the comparison over a different time period with a reference to the some base year. Index number measure the change and compare the economic conditions of different business units different place in relation to some base year. അപ്പോൾ നമ്മളിവിടെ ഒരു കമ്പാരിസൺ, നമ്മൾ ഇൻഡെക്സ് നമ്പർ കമ്പാരിസൺ അല്ലെങ്കിൽ കമ്പാരിസണിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു ബേസ് പീരിയഡ് എടുക്കുന്നു, അതേപോലെ തന്നെ കറണ്ട് പീരിയഡ് എടുക്കുന്നു. കറണ്ട് ഇയർ പ്രൈസും അല്ലെങ്കിൽ ബേസ് ഇയർ പ്രൈസും എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് പ്രൈസ് എന്നുള്ള രീതിയിലേക്ക് എടുത്തു. അങ്ങനെ എടുത്തുകൊണ്ട് നമ്മൾ ആ ഡാറ്റയെ കമ്പയർ ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം ചേഞ്ചസ്, ഇൻഫ്ലേഷൻ്റെ റേറ്റ് എത്ര കൂടിയിട്ടുണ്ട്, വില നിലവാരം എത്ര ഉയർന്നിട്ടുണ്ട്, നമ്മുടെ വേജസ് എത്ര മാറിയിട്ടുണ്ട്, എന്നൊക്കെ ചില സംഭവവികാസങ്ങളെയും നമുക്ക് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി കുറച്ച് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അദ്ദേഹം ഒരു കടയിൽ പോകുന്നു, സാധനങ്ങളുടെ വിലകൾ നോക്കുന്നു. അയാൾ അപ്പോൾ എന്നാണോ നാട്ടിലുണ്ടായിരുന്നത് ആ കാലഘട്ടത്തിലുള്ള വില നിലവാരങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് കടയിൽ പോയിട്ട് സാധനത്തിൻ്റെ വില നിലവാരം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില മാറ്റങ്ങൾ തോന്നാം. അല്ലെങ്കിൽ അന്ന് വെളിച്ചെണ്ണയ്ക്ക് ഇത്രയായിരുന്നു കൊടുത്തിരുന്നത്, ഇന്ന് ഇത്രയാണ്. ഞാനൊരു 2 കൊല്ലം മുൻപ് വെളിച്ചെണ്ണയ്ക്ക് 1 കിലോഗ്രാമിന് 50 കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ 1 കിലോഗ്രാം വെളിച്ചെണ്ണയ്ക്ക് 140-150 രൂപയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വില നിലവാരത്തിലും ചില സാധനങ്ങൾക്ക് വില കൂടിയതായിട്ട് മനസ്സിലാക്കുന്നു, ചില സാധനങ്ങൾക്ക് വില കുറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളുകൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം പെട്രോളിയത്തിൻ്റെ വില വർധനവ് 100 അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പറയുന്നു. ഈ പെട്രോളിയത്തിൻ്റെ വില വർധനവ് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷൻ്റെ റേറ്റിന് വർധനവ് വരുത്തുന്നത്, എങ്ങനെയാണ് മറ്റു വസ്തുക്കൾക്ക് വില നിലവാരം വർദ്ധിക്കാൻ കാരണമാകുന്നത് എന്നൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കഴിയുന്ന മറ്റൊരു കാര്യമാണ്, നമുക്ക് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് സെൻസെക്സ് കുതിച്ചുയർന്നു, നിഫ്റ്റി തകർന്നു, അല്ലെങ്കിൽ നിഫ്റ്റിയിലെ വാല്യൂ കുറഞ്ഞു. ഈ സെൻസെക്സും ഈ നിഫ്റ്റിയൊക്കെ എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ ഓഹരി മാർക്കറ്റുകളിലെ വില നിലവാരങ്ങൾ മാറുമ്പോൾ നമുക്കത് ഗുണമാണോ ദോഷമാണോ സംഭവിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടിയിട്ടാണ് ഇവിടെ ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഈ പോയിന്റുകളെല്ലാം ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളത് പഠിക്കുന്നത് കൊണ്ടുള്ള നമുക്ക് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെറിറ്റുകൾ എന്തൊക്കെ നോക്കാം. ഇത് എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്? ഹെൽപ്ഫുൾ
in formulation of policies. ഓരോ രാജ്യത്തിനും അവരുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള ചില പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഡെക്സ് നമ്പേഴ്സ് സഹായിക്കുന്നുണ്ട്. ദെൻ ഹെൽപ്ഫുൾ ഇൻ മെഷറിംഗ് ദ ഇൻഫ്ലേഷൻ ആൻഡ് ഡീഫ്ലേഷൻ. ഇൻഫ്ലേഷൻ റേറ്റും ഡീഫ്ലേഷൻ റേറ്റും എത്രയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നതിന് ഇൻഡെക്സ് നമ്പേഴ്സ് സഹായിക്കുന്നുണ്ട്. ഹെൽപ്ഫുൾ ഇൻ നോയിങ് ദ ചേഞ്ചസ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമുക്കറിയാം ഒരു വ്യക്തിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, കോസ്റ്റ് ഓഫ് ലിവിങ് വർദ്ധിച്ചിട്ടുണ്ടോ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നല്ല മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യൂസ്ഫുൾ ടു ബിസിനസ്മാൻ, ഇമ്പോർട്ടൻറ്റ് ഡിവൈസ് ഓഫ് ദ ബിസിനസ് വേൾഡ് അല്ലേ. ഇന്നത്തെ ഒരു ബിസിനസ് വേൾഡിൽ ഇൻഡെക്സ് നമ്പർ അറിയുന്ന ഒരു ബിസിനസ്മാനെ അദ്ദേഹത്തിൻ്റെ ഇവിടെ നടക്കുന്ന എക്കോണമിയിൽ നടക്കുന്ന ചേഞ്ചസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. യൂസ്ഫുൾ ടു അസസ് ദ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എത്ര നടന്നിട്ടുണ്ട്, എക്സ്പോർട്ട് എത്ര നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ യൂസ്ഫുൾ ടു ദ ഗവൺമെൻറ് സ്റ്റഡിങ് ദ ചേഞ്ചസ് ഇൻ ട്രെൻഡ്. എക്കോണമിയിലെ ട്രെൻഡ്സിനെ കുറിച്ച്, ട്രെൻഡ്സ് എന്ന് പറയുന്നത് എന്താ, മാറ്റങ്ങൾ, പ്രതിഭാസങ്ങൾ, ചേഞ്ചസ്, ഫാഷനിൽ വരുന്ന മാറ്റങ്ങൾ തുടങ്ങിയ ചേഞ്ചസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഡെക്സ് നമ്പേഴ്സ് സഹായിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ യൂസസ് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻഡെക്സ് നമ്പർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൽ നേരിടുന്ന ചില പ്രോബ്ലംസുകളിലെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയെന്ന് നോക്കാം. ദ പർപ്പസ് ഓഫ് ദ കൺസ്ട്രക്ഷൻ ഓഫ് അല്ലെങ്കിൽ ദ പ്രോബ്ലം ഓഫ് കൺസ്ട്രക്ടിങ് ദ ഇൻഡെക്സ് നമ്പേഴ്സിൽ ഫസ്റ്റ് വരുന്നത് ദ പർപ്പസ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ. ഒരു ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ രൂപീകരിക്കുമ്പോൾ അത് എന്താണ് അതിൻ്റെ പർപ്പസ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം അല്ലേ. വളരെ കൃത്യമായിട്ട് റിജിഡായിട്ട് ഇരിക്കണം. അല്ലെങ്കിൽ മാത്രമേ നമുക്ക് വെറുതെ നമ്മളൊരു തമാശ രൂപത്തിൽ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി അതിൻ്റെ മീനിങ് എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്, നമ്മുടെ ഈ ഇൻഡെക്സ് നമ്പർ രൂപീകരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ദ പർപ്പസ് ഓഫ് കൺസ്ട്രക്ഷൻ മസ്റ്റ് ബി റിജിഡ്ലി ഡിഫൈൻ. ഇവിടെ പറയുന്നുണ്ട് നമ്മൾ എന്തിനാണ് ഈ ഇൻഡെക്സ് നമ്പർ രൂപീകരിക്കുന്നത് എന്നുള്ളത് റിജിഡായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് ഫോർ ഓൾ പർപ്പസ് അല്ലേ, ഇത് എല്ലാ പർപ്പസസിനും അല്ലേ, ഇറ്റ്സ് നോട്ട് ഫോർ ഓൾ ദ പർപ്പസ്, എല്ലാ പർപ്പസസിനും വേണ്ടിയില്ല. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. എവറി ഇൻഡെക്സ് നമ്പർ ഹാവ് ദ സ്പെസിഫിക് യൂസ്. ഓരോ ഇൻഡെക്സിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള യൂസസ് ഉണ്ട്. ഇഫ് ദ പർപ്പസ് ഓഫ് ദ കൺസ്ട്രക്ഷൻ ഇസ് നോട്ട് ക്ലിയർലി ഡിഫൈൻ ഇറ്റ് വിൽ ബി വേസ്റ്റേജ് ഓഫ് ദ ടൈം ആൻഡ് എഫേർട്ട്. നമ്മുടെ വേസ്റ്റേജ് ഓഫ് ടൈമും അതേപോലെ വേസ്റ്റേജ് ഓഫ് എഫേർട്ടും ആവും ഇത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാതെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് അതിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് വരുന്നതാണ്. ദ സെലക്ഷൻ ഓഫ് ദ ബേസ് ഇയർ. നമുക്കറിയാം എ ബേസ് ഇയർ മസ്റ്റ് ബി ദ നോർമൽ ഇയർ ദാറ്റ് ഈസ് വിത്തൗട്ട് abnormalities like the war, earthquake, inflation, etc. നമുക്ക് ഇവിടെ പറയുന്ന കുറച്ച് പോയിന്റുകളുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ബേസ് ഇയറിൽ പലതരത്തിലുള്ള നമുക്കറിയാം എക്കോണമിയിൽ നടക്കുന്ന പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ചിലപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമായിട്ട് യുദ്ധങ്ങളുണ്ടാവാം, ചൈനയുമായിട്ട് യുദ്ധങ്ങളുണ്ടാവാം, എർത്തക്വേക്ക് ഉണ്ടാവാം, ഫ്ലഡ് ഉണ്ടാവാം, സുനാമീസ് ഉണ്ടാവാം, നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മൾ ലാൻഡ് സ്ലൈഡിങ് ഉരുൾപൊട്ടലുണ്ടാവാം, പ്രളയങ്ങളുണ്ടാവാം. അപ്പോൾ ഇത്തരങ്ങളിലുള്ള പ്രോബ്ലങ്ങളൊന്നും അധികം ബാധിക്കാത്ത ഒരു ഇയർ ആയിട്ടിരിക്കണം നമ്മൾ വേണ്ടി എടുക്കേണ്ടത്, ബേസ് ഇയർ ആയിട്ട് എടുക്കേണ്ടത്. ദ ബേസ് ഇയർ മസ്റ്റ് ബി ദ നോർമൽ ഇയർ without abnormalities like the war, flood, earthquake, inflation ഒന്നും ഉണ്ടാവുന്നുണ്ട്. It should not be very distance from the current year. ഇപ്പോഴത്തെ കറണ്ട് ഇയറിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇയർ ആയിട്ട് ഇരിക്കണം നമ്മൾ ബേസ് ഇയർ എടുക്കേണ്ടത്. ദ ബേസ് ഇയർ പീരിയഡ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻ. നമ്മൾ ആ ബേസ് ഇയർ ആയിട്ട് എടുക്കുന്ന വർഷം ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. എന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഇൻഡെക്സ് നമ്പറിൽ ചില പ്രോബ്ലംസ് ഉണ്ടാകാം. ദെൻ സെലക്ഷൻ ഓഫ് ദ നമ്പർ ഓഫ് ഐറ്റം. നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ കുറേ ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ ഐറ്റംസ് സെലക്ട് ചെയ്യുന്നതിൽ നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദ കളക്ഷൻ ഓഫ് ദ ഡാറ്റ വിച്ച് ഷുഡ് ബി ഡിറ്റർമൈൻഡ് ബൈ ദ പർപ്പസ് ഫോർ വിച്ച് ദ ഇൻഡെക്സ് നമ്പർ ഈസ് കൺസ്ട്രക്റ്റഡ്. എന്ത് പർപ്പസസിനെയാണ്? ഇപ്പോൾ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ പർപ്പസസിനാണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ പർപ്പസസിൻ്റെ ഏത് ഇൻഡെക്സ് ആണോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിലെടുക്കേണ്ടത്. അപ്പോൾ അതല്ലാതെ ആ ഐറ്റംസുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഐറ്റംസ് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അത് പലപ്പോഴും ബുദ്ധിമുട്ടുകളിലേക്ക് വരാൻ കാരണമാകുന്നു എന്നുള്ളതുണ്ട്.
ഇനി അടുത്തത് നമുക്ക് ഇവിടെ നോക്കാം പ്രോബ്ലംസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ, സെലക്ഷൻ ഓഫ് ദ സോഴ്സസ് ഓഫ് ഡാറ്റ. അതിലെ എവിടെ നിന്നാണ് ഡാറ്റ എടുക്കുന്നത്, ആ ഡാറ്റ എടുക്കുന്നതിനെ കുറിച്ചും നമ്മൾ ഇതിൽ പ്രോബ്ലംസ് വരാം. സോഴ്സസ് ഓഫ് ദ കളക്ഷൻ ഓഫ് ദ ഡാറ്റ ഈസ് decided. This is done to ensure the reliability of the data, which is to ensure the data is reliable or comparable. അല്ലേ, റിലയബിൾ ആയിരിക്കണം, കമ്പാരബിൾ ഒക്കെ ആയിരിക്കണം. ആവുന്ന ഡാറ്റയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതല്ലാത്ത ഡാറ്റകൾ നമ്മൾ സെലക്ട് ചെയ്താൽ ഇതിൽ പ്രോബ്ലം സംഭവിക്കാം. പിന്നെ പ്രൈസ് കൊട്ടേഷൻസ് എന്ന് പറയുന്നത്, which requires the unbiased price quotations so that the inadequate accuracy can be maintained. നമ്മൾ ഒരു ബയസ്ഡ് അല്ലാത്ത ഒരു ഇൻഫർമേഷൻസ് ആണ് നമ്മൾ, പ്രൈസ് കൊട്ടേഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതേപോലെ തന്നെ ആഡിക്വേറ്റ് ആക്യുറസി അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇതിന് ആക്യുറേറ്റ് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ എടുക്കുമ്പോൾ അത് ഇതിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകും. ടു എൻഷുർ യൂണിഫോമിറ്റി, ടു മെത്തേഡ്സ് ഓഫ് കോട്ടിംഗ് ഷുഡ് ബി അഡോപ്റ്റഡ്. മണി പ്രൈസ് എന്ന ബ്രാക്കറ്റിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് കോട്ടഡ് പെർ യൂണിറ്റ് ഓഫ് കൊമോഡിറ്റി ആൻഡ് ക്വാണ്ടിറ്റി പ്രൈസ്. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ പ്രൈസ് കൊട്ടേഷൻസ് എടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ദെൻ സെലക്ഷൻ ഓഫ് ആൻ ആവറേജ്, നമ്മൾ ഏത് ആവറേജ് ആണ്, സിമ്പിൾ ഉണ്ട്, സിമ്പിൾ അഗ്രിഗേറ്റ് ഉണ്ട്, വെയ്റ്റഡ് ആവറേജ് ഉണ്ട്, അങ്ങനെ ഓരോ മെത്തേഡുകളുണ്ട്. ഇൻഡെക്സ് നമ്പേഴ്സ് ആർ സ്പെഷ്യലൈസ്ഡ് ആവറേജ് ആണ്. വി നീഡ് ടു സെലക്ട് ഫ്രം ദ വേരിയസ് ആവറേജ്, മീഡിയൻ ആൻഡ് മോഡ് cannot be used because of their limitations. അല്ലെ, മീഡിയനും മോഡും നമ്മൾ സാധാരണ മെഷേഴ്സ് ഓഫ് ആവറേജസ് ആയിട്ട് ഉപയോഗിക്കാറുള്ള കാര്യങ്ങളാണ്. എന്നാൽ അതിൽ അരിത്തമെറ്റിക് മീൻ മാത്രമേ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളൂ. മീഡിയനും മോഡും അതിൻ്റെ ചില ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇൻഡെക്സ് നമ്പറിൽ ഏത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നില്ല, മീഡിയൻ ആൻഡ് മോഡ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ദെൻ വി നീഡ് ടു സെലക്ട് arithmetic mean or geometric mean for calculation of the index number. arithmetic mean അതല്ലെങ്കിൽ നമ്മൾ geometric mean അല്ലെങ്കിൽ harmonic mean തുടങ്ങിയിട്ടുള്ള മീനുകളാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആവറേജസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് സെലക്ഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് വെയ്റ്റിംഗ്. നമ്മളിതിൻ്റെ ആ വെയിറ്റ്, നമ്മളതിൻ്റെ ഓരോ പ്രോഡക്റ്റിൻ്റെയും അതിൻ്റെ ക്വാണ്ടിറ്റി, എത്രത്തോളം ക്വാണ്ടിറ്റി എടുക്കുന്നതിനൊക്കെ ബേസ് ചെയ്തിട്ട് ചില പ്രോബ്ലംസ് ഉണ്ടാവാം. ഇറ്റ് റെഫേഴ്സ് ടു അസൈൻ ദ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ടു ഡിഫറെൻറ്റ് ഐറ്റംസ് ഇൻക്ലൂഡഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഇൻഡെക്സ് നമ്പേഴ്സ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ഇൻഡിസസ്, വെയ്റ്റഡ് ആൻഡ് അൺവെയ്റ്റഡ്. വെയ്റ്റഡ് ആൻഡ് അൺവെയ്റ്റഡ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ വെയ്റ്റഡ്, ഓൾ ദ കൊമോഡിറ്റീസ് ആർ ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. വെയ്റ്റഡിന് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഐറ്റംസിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അൺവെയ്റ്റഡ് ഇൻക്ലൂഡഡ് ക്വാണ്ടിറ്റി വെയ്റ്റ് കൊമോഡിറ്റീസ് ആർ, നമുക്കിവിടെ പറഞ്ഞത് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പറുണ്ട്, അൺവെയ്റ്റഡ് ഇൻഡെക്സ്. നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഏരിയയിലേക്ക് പോവാം, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെയ്റ്റഡ് ഇൻഡെക്സ് ഉണ്ട്, അൺവെയ്റ്റഡ് ഇൻഡെക്സ് ഉണ്ട്. വെയ്റ്റഡ് ഇൻഡെക്സിൽ അതിൽ എന്തുണ്ടായിരിക്കും, അതിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. അൺവെയ്റ്റഡിൽ ചിലപ്പോൾ അതിൻ്റെ പ്രൈസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വെയ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസും ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും, അൺവെയ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ പ്രൈസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ദെൻ സെലക്ഷൻ ഓഫ് ദ അപ്രോപ്രിയേറ്റ് ഫോർമുല. നമുക്ക് ഇവിടെ കുറേ ഫോർമുലാസ് ഉണ്ട്. സിമ്പിൾ ഇൻഡെക്സ് ഉണ്ട്, സിമ്പിൾ ആവറേജ് ഇൻഡെക്സ് ഉണ്ട്, വെയ്റ്റഡ് ഇൻഡെക്സ് ഉണ്ട്, വെയ്റ്റഡ് ആവറേജ് ഉണ്ട്. ആ വെയ്റ്റഡ് ഇൻഡെക്സിൽ തന്നെ ലാസ്പേസ് മെത്തേഡ് ഉണ്ട്, പാഷസ് മെത്തേഡ് ഉണ്ട്, ഫിഷേഴ്സ് മെത്തേഡ് ഉണ്ട്. ഇതിൽ ഏത് മെത്തേഡ് ഇക്വേഷൻസ് ആണ് നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. അല്ലാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഡെക്സുകൾ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും എന്ത് സംഭവിക്കാം, ഇതിൽ പ്രോബ്ലംസ് ഉണ്ടാവാം. അടുത്തത് നമുക്ക് ഇതിൻ്റെ ലിമിറ്റേഷൻസിലേക്ക് പോവാം. ഇതിലെ ലിമിറ്റേഷൻസ് ഇതിൽ പറഞ്ഞതുപോലെ ലിമിറ്റഡ് കവറേജ് ആണ്. ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ബേസ്ഡ് ഓൺ സാമ്പിൾ ഐറ്റംസ് ആണ് എടുക്കുന്നത്, അതുകൊണ്ട് ലിമിറ്റഡ് കവറേജസ് കിട്ടുന്നുള്ളൂ. ദെൻ ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ആർ ഇഗ്നോർഡ്. നമുക്ക് പറയാം ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ്, രണ്ട് തരത്തിലുള്ള ഡാറ്റകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ഇവിടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഇതിൽ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ദെൻ ഇഗ്നോർസ് ദ ചേഞ്ചസ് ഇൻ ദ കൺസംഷൻ പാറ്റേൺ. നമ്മുടെ ഓരോ വ്യക്തിയുടെയും കൺസംഷൻ പാറ്റേൺസിനെ അത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്.
കാരണം ഓരോ വ്യക്തികളെന്ന് ഉദ്ദേശിച്ചത് സൊസൈറ്റിയിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, വളരെ പാവപ്പെട്ട ആൾക്കാരുണ്ട്, പണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വളരെ ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഓരോരുത്തരുടെയും കൺസംഷൻ പാറ്റേൺസ് വ്യത്യാസമാണ്. സാധാരണക്കാരുടെ കൺസംഷൻ പാറ്റേൺ പോലെ ആയിരിക്കില്ല ലക്ഷ്യൂറിയസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കൺസംഷൻ പാറ്റേൺ ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഒരു നോർമൽ പീപ്പിൾസിൻ്റെയാണ് എടുക്കുന്നത്. ദ ലിമിറ്റഡ് അപ്ലിക്കബിലിറ്റി, നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സിന് അപ്ലിക്കബിലിറ്റി വളരെ കുറവാണ്. ദെൻ മിസ്ലീഡിങ് റിസൾട്ട്, നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ഇക്വേഷൻസോ നമ്മൾ ബേസ് ഇയറോ കറണ്ട് ഇയറോ അതൊക്കെ എടുക്കുന്നതൊക്കെ നമ്മൾ വ്യത്യസ്തത എന്തെങ്കിലും തെറ്റുകൾ അതിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ടുകൾ മിസ്ലീഡിങ് ചെയ്യേണ്ടി വരും. ദെൻ ബേസ്ഡ് ഓൺ ആൻ ആവറേജ്, ഇത് പലപ്പോഴും ഏത് മാത്രമേ എടുക്കുന്നുള്ളൂ, ആവറേജസ് മാത്രമേ എടുക്കുന്നുള്ളൂ എന്നുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെത്തേഡ് ഓഫ് കൺസ്ട്രക്റ്റിങ്ങിലേക്ക് പോവാം. മെത്തേഡ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് ഇൻഡെക്സ് നമ്പേഴ്സിൽ ദ അൺവെയ്റ്റഡ് ഇൻഡെക്സ് ഓർ സിമ്പിൾ ഇൻഡെക്സ് എന്ന് പറയും. നേരത്തെ നമ്മൾ പറഞ്ഞു വെയ്റ്റഡ് ഉണ്ട്, അൺവെയ്റ്റഡ് ഉണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അൺവെയ്റ്റഡ് ആണ്. അൺവെയ്റ്റഡ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ ക്വാണ്ടിറ്റി, പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി എത്ര അളവുണ്ട് എന്നുള്ളത് നമ്മൾ എടുക്കുന്നില്ല, പ്രൈസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡും ഉണ്ട്, അതേപോലെ തന്നെ സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡും ഉണ്ട്. ഈ രണ്ട് മെത്തേഡാണ് നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് വെയ്റ്റഡ് ഇൻഡെക്സ്, വെയ്റ്റഡ് ഇൻഡെക്സിൽ തന്നെ വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ്, വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന രണ്ട് മെത്തേഡുകൾ അതിലും പഠിക്കാനുണ്ട്. നമുക്ക് ഇതിൽ ഇപ്പോൾ ഈ 4 മെത്തേഡുകളെ കുറിച്ച് പഠിഞ്ഞല്ലോ. മെയിൻലി 2 മെത്തേഡാണ്, വെയ്റ്റഡും അൺവെയ്റ്റഡ്. അതിന് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇനി ഈ 2 ടൈപ്പിൽ തന്നെ ഡിഫറെൻറ്റ് എന്താണ് മെത്തേഡുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ആ ഏരിയ വരുമ്പോൾ ഇതിൽ ഓരോ പ്രോബ്ലം തരും, അതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമുക്കതിൽ കാണാം. നമുക്ക് ഏറ്റവും ആദ്യം അൺവെയ്റ്റഡിലേക്ക് പോവാം. നമുക്കിവിടെ നോക്കാം, അൺവെയ്റ്റഡ് ഓർ സിമ്പിൾ ഇൻഡെക്സ് ആണ്. ഈ സിമ്പിൾ ഇൻഡെക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൽ ഏതൊക്കെ മെത്തേഡുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻ ദിസ് മെത്തേഡ് ഓൾ ദ ഐറ്റംസ് ഓഫ് ദ സീരീസ് ആർ ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. അല്ലേ, ഇവിടെ തന്നിരിക്കുന്ന ഐറ്റത്തിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഇൻഡെക്സ് നമ്പേഴ്സ് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ 2 മെത്തേഡ് ആയതുകൊണ്ട് തന്നെ സിമ്പിൾ ഇൻഡെക്സിൽ 2 മെത്തേഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അൺവെയ്റ്റഡിൽ ഒന്ന് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡും രണ്ടാമത് സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡുമാണ്. നമുക്ക് ഇതെന്താണ് എന്നുള്ളത് ഡീറ്റെയിലേക്ക് പോവാം. ഏറ്റവും ആദ്യം സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ്. സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഇക്വേഷൻ, ഇനി എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ആക്ച്വൽ പ്രൈസ് മെത്തേഡ് ഓർ ഇതിനെ സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡ് എന്നുള്ള രീതിയിൽ വിളിക്കുന്നു. ആക്ച്വൽ പ്രൈസ് മെത്തേഡ് ഇറ്റ് ഈസ് സിമ്പിൾ ടു കൺസ്ട്രക്ട്. In this method, aggregate prices of the commodities in the current year denote ചെയ്യുന്നത് sigma P1. Aggregate prices of the commodity in the current year. ഇപ്പോൾ 2 വർഷങ്ങൾ തന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് 2000 എന്ന് പറയുന്ന ഒരു ഇയറും അതേപോലെ തന്നെ 2009 എന്ന് പറയുന്ന ഇയർ. അപ്പോൾ ഇതിൽ 2009 എന്ന് പറയുന്ന ഇയറാണ് കറണ്ട് ഇയർ, ദെൻ 2000 എന്ന് പറയുന്നത് ബേസ് ഇയറുമാണ്. അപ്പോൾ ഇങ്ങനെ 2 ഇയർ തരുമ്പോൾ ഈ 2009 തന്നിരിക്കുന്ന ഐറ്റത്തിൻ്റെ ടോട്ടലാണ് സിഗ്മ P1 എന്ന് പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് അഗ്രിഗേറ്റ് പ്രൈസസ് ഓഫ് ദ കൊമോഡിറ്റി ഇൻ ദ കറണ്ട് ഇയർ. കറണ്ട് ഇയർ ഇവിടെ 2009 ആണ്. ആ 2009 ടോട്ടലാണ് ഏതെന്ന് പറയുന്നത് സിഗ്മ P1. ദെൻ ആർ ബാക്കി പറയുന്നുണ്ട് ഡിവൈഡഡ് ബൈ ദ അഗ്രിഗേറ്റ് പ്രൈസസ് ഓഫ് ദ കൊമോഡിറ്റി ഇൻ ദ ബേസ് ഇയർ. ഇപ്പോൾ 2000 എന്ന് പറയുന്ന ഇയറിലെ തന്നിരിക്കുന്ന ഐറ്റത്തിൻ്റെ ടോട്ടൽ ആണ് ഇവിടെ സിഗ്മ P0 എന്ന് പറയുന്നത്. അഗ്രിഗേറ്റ് പ്രൈസ് ഓഫ് ദ കൊമോഡിറ്റി ഇൻ ദ ബേസ് ഇയർ, ദാറ്റ് ഈസ് സിഗ്മ P0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡിൽ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ P01 is equal to സിഗ്മ P1 divided by സിഗ്മ P0 into 100 എന്നതാണ് ഇക്വേഷൻ. അല്ലേ, ഇക്വേഷൻസ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ഇവിടെ എഴുതാം. സിഗ്മ P1 divided by സിഗ്മ P0 into 100 ആണ് സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡിൽ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇത് എന്തൊക്കെയെന്ന് പറഞ്ഞു തരാം. സിഗ്മ P01 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ.
ബേസ് ഇയർ കറണ്ട് ഇയർ എന്നുള്ള രീതിയിലേക്ക് എടുക്കുന്നു. സിഗ്മ P1 എന്ന് പറയുന്നത് സം ഓഫ് ദ കറണ്ട് ഇയർ പ്രൈസസ്. ദെൻ സിഗ്മ P0 എന്ന് പറയുന്നത് സം ഓഫ് ദി പ്രൈസസ് ഓഫ് ദ ബേസ് ഇയർ ഇൻറ്റു 100. അതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റുന്നു. നമുക്കൊരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഇവിടെ കൊമോഡിറ്റീസ് ABCDE എന്ന് പറയുന്നത് ഓരോ വ്യത്യസ്ത, ചിലപ്പോൾ ഫുഡ്, വാട്ടർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഐറ്റംസ് ആവാം. നമ്മളിവിടെ കോമൺ ആയിട്ട് ABCDE എന്ന് കൊടുത്തു. ദെൻ പ്രൈസസ് ഇസ് ഇൻ 2000 ആൻഡ് പ്രൈസസ് ഇൻ 2008. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു വർഷത്തെ നമ്മൾ ബേസ് ഇയർ എന്നും ഇവിടെ കറണ്ട് ഇയർ എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു. എന്നിട്ട് തന്നിരിക്കുന്ന ഐറ്റത്തിന് നമ്മൾ ഒരു വെർട്ടിക്കൽ രീതിയിലേക്ക് എഴുതിയതിന് ശേഷം നമ്മൾ ഈ പ്രോബ്ലത്തിൻ്റെ ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ ബേസ് ഇയർ പീരിയഡിലെ സംഖ്യകളുടെ ഒക്കെ ടോട്ടൽ കണ്ടെത്തി. ആ ടോട്ടലുകൾ നമുക്കിവിടെ 102 എന്നുള്ള രീതിയിൽ കിട്ടി. ഇനി കറണ്ട് ഇയർ പ്രൈസിലെ സംഖ്യകളുടെ ടോട്ടൽ ചെയ്തു. അത് 169, 169.5 കിട്ടി. ഇനി നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. P01 ഈസ് ഇക്വൽ ടു സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. 169.5 ടു ഡിവൈഡഡ് ബൈ 102 ഇൻറ്റു 100. നമുക്ക് കിട്ടിയ ആൻസർ 166.18. ഇനി നമ്മൾ 166.18 ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. എന്താണ് കൺക്ലൂഷൻ? 100-നേക്കാൾ മുകളിൽ എത്ര ഉണ്ട് നോക്കുക. 66.18. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം, there is an increase in the price level comparing the, there is an എത്രയാണ് 66.18% അല്ലേ? There is a 66.18% increase in the price level comparing to 2000 to 2008. 2000-നേക്കാൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2008-ൽ 66.18% പ്രൈസ് ലെവലിൽ ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ 100-ന് ശേഷം എത്രയാണെന്ന് നോക്കിയിട്ട് ആ ഇത് കൺക്ലൂഷൻ എഴുതിയാൽ മതി. അടുത്തത് നമ്മൾ സിമ്പിൾ ആവറേജ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ്. സിമ്പിൾ ആവറേജ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡാണ് നമ്മൾ നോക്കാം. In this method, first price relatives of the current year is calculated. A price relative is the prices for the current year expressed as a percentage of the base period, is the period of the base year. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുള്ള ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. P01 is equal to sigma P1 divided by P0 into 100 all divided by n എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇവിടെ എഴുതുന്നുണ്ട് സിഗ്മ P1 ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100 ഓൾ ഡിവൈഡഡ് ബൈ n. എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുന്നു. അതിനെ മറ്റൊരു രീതിയിലെങ്കിലും പറയുന്നുണ്ട്. സിഗ്മ P01 ഈസ് ഇക്വൽ ടു സിഗ്മ P ഇൻറ്റു R ഡിവൈഡഡ് ബൈ n എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെ ഫുൾ ഫോം കൊടുത്തിട്ടുണ്ട്. R എന്ന് ഉദ്ദേശിച്ചത് സിഗ്മ PR എന്നുള്ളത് തന്നെയാണ്, പ്രൈസ് റിലേറ്റീവ് തന്നെയാണ്. അപ്പോൾ ഇവിടെ R എന്നുള്ളത് അല്ലെങ്കിൽ സിഗ്മ PR എന്നത് ഡിനോട്ട് ചെയ്തത് എന്ത് തന്നെയാണ്, പ്രൈസ് റിലേറ്റീവ് ആണെന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ PR അല്ലെങ്കിൽ സിഗ്മ PR എന്നുള്ളതിൻ്റെ ഇക്വേഷൻസ് ഇവിടെ ശ്രദ്ധിക്കുക. സിഗ്മ P1 ബൈ P0 ഇൻറ്റു 100 ഡിവൈഡ് ബൈ n തന്നെയാണ് PR എന്ന് പറയുന്നത് സൂചിപ്പിച്ചുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇനി പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് നോക്കാം. ഇവിടെ ഒരു കണക്ക് തന്നിട്ടുണ്ട്. കൺസ്ട്രക്ട് ദ ഇൻഡെക്സ് നമ്പർ ബൈ യൂസിങ് ദ ആവറേജ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ്. അതിൽ പ്രൈസസ് ഓരോന്ന് തന്നിരിക്കുന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഓരോന്നിൻ്റെ പ്രൈസ് റിലേറ്റീവ്സ് കണ്ടെത്താം. പ്രൈസ് റിലേറ്റീവ് കണ്ടെത്തുമ്പോൾ നോക്കാം. ഏതാ കറണ്ട് ഇയർ 5/40 5/40 ഇൻറ്റു 100. അപ്പോൾ 5/40 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രൈസ് റിലേറ്റീവ് എത്ര കിട്ടി? 125 കിട്ടി. ദെൻ ഇവിടെ 35 ഡിവൈഡ് ബൈ 28 ഇൻറ്റു 100, അപ്പോഴും അതിൻ്റെ ആൻസർ 125 കിട്ടി. ദെൻ 15 ഡിവൈഡഡ് ബൈ 12.5 ഇൻറ്റു 100 120. ദെൻ 20 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഇക്വൽ ടു 200 കിട്ടി. ദെൻ 90 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 100 300. ഫൈനലി
നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത രീതിയിലും ചെയ്യാം. അപ്പോൾ ഇവിടെ ഉള്ളതിൻ്റെ ടോട്ടൽ ചെയ്യാം, ഇവിടെ ഉള്ളതിൻ്റെ ടോട്ടൽ ചെയ്യാം. ആ ടോട്ടൽ ചെയ്തിട്ട് അതിനെ റിലേറ്റീവ് ചെയ്താലോ 870 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള രീതിയിലേക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 870 ഡിവൈഡഡ് ബൈ 5 എന്ന് കൊടുത്താലും മതി. 870 ഡിവൈഡഡ് ബൈ 5 എന്ന് കൊടുത്താലും ആൻസർ കിട്ടും. അതല്ലെങ്കിൽ 210 ഡിവൈഡഡ് ബൈ 120.5 210 ഡിവൈഡഡ് ബൈ 120.5 all divided by 5 into 100 that is equal to 174 എന്നുള്ള ആൻസർ കിട്ടി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താം, 870 ഡിവൈഡഡ് ബൈ 5 എന്ന് കൊടുത്താലും നിങ്ങൾക്ക് 174 കിട്ടും. അപ്പോൾ രണ്ട് മെത്തേഡിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. ഒന്നെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ചെയ്യാം, ഇതിൻ്റെ ടോട്ടൽ ചെയ്യാം. ആ ടോട്ടൽ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ അല്ലെങ്കിൽ സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100 കണ്ടെത്തുക. ഓൾ ഡിവൈഡഡ് ബൈ 5 കണ്ടെത്തുക. അതല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് റിലേറ്റീവ് കണ്ടെത്തി ആ പ്രൈസ് റിലേറ്റീവിൻ്റെ ടോട്ടൽ എടുക്കുക. ടോട്ടൽ ഡിവൈഡഡ് ബൈ 5 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഇനി വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പറിൽ നമുക്കിവിടെ നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു അൺവെയ്റ്റഡ് അല്ലെങ്കിൽ അൺവെയ്റ്റഡ് എന്നുള്ളതിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, അതിൽ പ്രൈസ് മാത്രമേ എടുക്കുന്നുള്ളൂ. വെയ്റ്റഡ് ആകുമ്പോൾ അതിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റിയും നമ്മൾ എടുക്കുന്നുണ്ട്. അതിൽ മെത്തേഡ് ഉണ്ട്, വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡ് ഉണ്ട്, വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ് ഉണ്ട്. നമുക്കിതിൽ എന്താണ് അതിൻ്റെ തിയറി ഏരിയ എന്നുള്ളത് നോക്കാം. ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഓൾ ദ ഐറ്റംസ് ഓഫ് ദ സീരീസ് ആർ അസൈൻഡ് ദ റേഷണൽ വെയ്റ്റ് ഇൻ ആൻ എക്സ്പ്ലിസിറ്റ് manner എന്ന് പറയുന്നുണ്ട്. Weighted are assigned to the various items is reflected their relative importance of the series. Weighted in the index number are constructed by the following method. അപ്പം വെയ്റ്റഡ് ഇൻഡെക്സ് എന്ന് സൂചിപ്പിച്ചത് അവിടെ ആ പ്രൈസും അതിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുമ്പോഴാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ അത് രണ്ട് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിലെ ഏറ്റവും ആദ്യത്തെ മെത്തേഡ് വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡാണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. വെയ്റ്റഡ് പിന്നെ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡും ഉണ്ട്. നമുക്കിതിൽ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡാണ്. ആ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മെത്തേഡുകളുണ്ട്. ഈ 3 മെത്തേഡുകൾ നിങ്ങളുടെ ബുക്കിൽ പറയുന്നില്ല. ഇതിൽ ഏതെങ്കിലും 3 മെത്തേഡ് നമ്മുടെ ഈ സ്ലൈഡിൽ പറയുന്നുണ്ട്. ബുക്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പേസ് മെത്തേഡ് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് 3 മെത്തേഡ് പഠിക്കാം. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ലാസ്റ്റ് പേസ് മെത്തേഡിലാണ് പ്രോബ്ലം ചെയ്യണം എന്നുണ്ട് ചോദിക്കുകയാണെങ്കിൽ ലാസ്റ്റ് പേസ് മെത്തേഡിൽ ചെയ്യാം. ഇനി പാഷസ് മെത്തേഡിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാഷസ് മെത്തേഡ് ഫിഷസ് മെത്തേഡ് എന്ന് നോക്കാം. നമുക്കിവിടെ എന്താണെന്നുള്ളത് നോക്കാം. ഇൻ ദിസ് മെത്തേഡ് ദ വെയ്റ്റ്സ് ആർ അസൈൻഡ് ടു വേരിയസ് ഐറ്റം. ദ വെയ്റ്റഡ് അഗ്രിഗേറ്റ് ഓഫ് ദ പ്രൈസസ് ആർ കാൽക്കുലേറ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് സിമ്പിൾ അഗ്രിഗേറ്റ്. നേരത്തെ സിമ്പിൾ അഗ്രിഗേറ്റിൽ നമ്മൾ പ്രൈസ് മാത്രമേ എടുത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് ആണ് എടുക്കുന്നത്. വേരിയസ് ടെക്നിക്സ് ആർ യൂസ്ഡ് ടു അസൈൻ ദ വെയ്റ്റ്സ്. വൺ ഓഫ് ദ ബേസിസ് ഓഫ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ദ ബേസ് ഇയർ ഓർ ഓൺ ദ ബേസിസ് ഓഫ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ദ കറണ്ട് ഇയർ ഓർ ഓൺ ദ ബേസിസ് ഓഫ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ദ കറണ്ട് ആൻഡ് ബേസ് ഇയർ. അപ്പോൾ ബേസ് ഇയറിൻ്റെ മാത്രമായിട്ട് എടുക്കുന്നുണ്ട്, കറണ്ട് ഇയറിനെ മാത്രമാക്കി എടുക്കുന്നുണ്ട്. ദെൻ ബേസ് ഇയറും കറണ്ട് ഇയറിനെയും അടിസ്ഥാനമാക്കിയിട്ട് നമുക്കിവിടെ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 3 മെത്തേഡുകൾ പറഞ്ഞു. ലാസ്റ്റ് പേസ് മെത്തേഡ്, ഫിഷേഴ്സ് മെത്തേഡ്, പാഷസ് മെത്തേഡ് എന്നുണ്ട്. നമുക്ക് ഓരോന്ന് മെത്തേഡ് നോക്കാം. ഫസ്റ്റ് ലാസ്റ്റ് പേസ് മെത്തേഡാണ് നോക്കുന്നത്. ലാസ്റ്റ് പേസ് മെത്തേഡിൽ നോക്കാം. ഇൻ ദിസ് മെത്തേഡ് introduced by the last payers in 1871. 1871 ലാസ്റ്റ് പേസ് മെത്തേഡ് ഇത് കാൽക്കുലേറ്റ് ചെയ്തത്. ഇൻ ദിസ് മെത്തേഡ് വെയ്റ്റ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ദ ക്വാണ്ടിറ്റീസ് ഓഫ് ദ കൊമോഡിറ്റീസ് ഇൻ ദ ബേസ് ഇയർ. അല്ലേ, ബേസ് ഇയറിലെ ക്വാണ്ടിറ്റീസും കൂടി മൾട്ടിപ്പിൾ ചെയ്തിട്ടാണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കുക, ഇവിടെ Q0 എന്ന് പറയുന്നത് ബേസ് ഇയറിലെ എന്താണ് ക്വാണ്ടിറ്റിയാണ് ഉപയോഗിക്കുന്നത്. ബേസ് ഇയറിലെ ക്വാണ്ടിറ്റിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോർമുല നോക്കാം. P01 ഈസ് ഇക്വൽ ടു സിഗ്മ P1 Q0 സിഗ്മ P1 ഇൻറ്റു Q0 എന്നാണ് അർത്ഥം. സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. ഇതാണ് ലാസ്റ്റ് പേസ് മെത്തേഡ്. അതിൻ്റെ ഫുൾ ഫോം ഇവിടെ പറയുന്നുണ്ട്.
P1 എന്ന് പറയുന്നത് പ്രൈസസ് ഓഫ് ദ കറന്റ് ഇയർ, P0 എന്ന് പറയുന്നത് പ്രൈസസ് ഓഫ് ദ ബേസ് ഇയർ, ദെൻ Q0 എന്ന് പറയുന്നത് ക്വാണ്ടിറ്റീസ് ഓഫ് ദ ബേസ് ഇയർ. ഇനി സിഗ്മ P1 Q0 എന്ന് പറയുന്നത് സം total of the product of the prices of the current year and the quantities of the base year. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, P1 Q0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസസ് ഓഫ് ദ കറന്റ് ഇയറും ക്വാണ്ടിറ്റി ഓഫ് ദ ബേസ് ഇയറും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തതിൻ്റെ ടോട്ടലാണ്. പ്രൈസസ് ഓഫ് ദ കറന്റ് ഇയറും ക്വാണ്ടിറ്റി ഓഫ് ദ ബേസ് ഇയറും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക, എന്നിട്ട് ആ കിട്ടിയ ആൻസറിൻ്റെ ടോട്ടലാണ് ഏതെന്ന് പറയുന്നത് സിഗ്മ P1 Q0 എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ സിഗ്മ P0 Q0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ടോട്ടൽ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ പ്രൈസസ് ഓഫ് ദ ബേസ് ഇയർ ആൻഡ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ദ ബേസ് ഇയർ. അപ്പോൾ പ്രൈസസ് ഓഫ് ദ ബേസ് ഇയറും ക്വാണ്ടിറ്റി ഓഫ് ദ ബേസ് ഇയറും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ ആണ് ഏതെന്ന് പറയുന്നത് സിഗ്മ P0 Q0 എന്ന് പറയുന്നത്. ഇൻറ്റു 100 കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ബേസ് മെത്തേഡ്. അപ്പം നമുക്ക് ലാസ്റ്റ് ബേസ് മെത്തേഡിൽ എങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. ഇവിടെ കൊമോഡിറ്റീസ് ABCD എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. 1997 2008. അപ്പം ഏത് ഇയർ ആയിരിക്കും ബേസ് ഇയർ വരിക? ഇതാണ് ബേസ് ഇയർ എന്നുള്ള രീതിയിൽ വരിക, ഇത് കറന്റ് ഇയർ എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ദെൻ ബേസ് ഇയറിലെ പ്രൈസും ക്വാണ്ടിറ്റിയും കൊടുത്തിട്ടുണ്ട്, കറന്റ് ഇയറിലെ പ്രൈസും ക്വാണ്ടിറ്റിയും കൊടുത്തിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് ബേസ് മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ കോളം മതി? ബേസ് ഇയറിലെ പ്രൈസും ക്വാണ്ടിറ്റിയും കറന്റ് ഇയറിലെ പ്രൈസും. കാരണം ഇക്വേഷൻസ് എന്താ, നമുക്കിവിടെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കിവിടെ സംഖ്യകളൊക്കെ തന്നിട്ടുണ്ട്. ഇക്വേഷൻസിൽ നോക്കാം. ഇക്വേഷൻസിൽ സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100 ആണ്. അപ്പോൾ ആയതുകൊണ്ട് നമുക്കിവിടെ എന്തേ ആവശ്യമുള്ളൂ? കറന്റ് ഇയറിലെ പ്രൈസും ബേസ് ഇയറിലെ ക്വാണ്ടിറ്റിയും, ബേസ് ഇയറിലെ പ്രൈസും ബേസ് ഇയറിലെ ക്വാണ്ടിറ്റിയും ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകളെ തമ്മിൽ നമുക്ക് ഇവിടെ മൾട്ടിപ്പിൾ ചെയ്യാം. ഏറ്റവും ആദ്യം P1 Q0 എന്ന് പറയുമ്പോൾ കറന്റ് ഇയർ പ്രൈസിലേത് ഇതാണ് P1, ഇതാണ് Q1, ഇത് P0, ഇത് Q0. ഇനി തന്നിരിക്കുന്ന P1 Q0 എന്ന് പറയുമ്പോൾ P1 ഇൻറ്റു Q0. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തു 40 × 4 160. അതേപോലെ തന്നെ 60 × 3 180, 50 × 5 250, then 40 × 10 400. ഇനി അടുത്തത് P0 × Q0 ആണ്. P0 × Q0. അപ്പോൾ P0 ഇവിടെ തന്നിരിക്കുന്ന പ്രൈസും Q0 എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഇതുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 20 × 4 80, 50 × 3 150, 40 × 5 200, 20 × 10 200. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ടോട്ടൽ ചെയ്യുന്നു, ഇതിൻ്റെ ടോട്ടലും ചെയ്യുന്നു. ടോട്ടൽ ചെയ്തതിന് ശേഷം ഇക്വേഷനിലേക്ക് വരാം. സിഗ്മ ലാസ്റ്റ് ബേസ് മെത്തേഡിൽ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ബേസ് മെത്തേഡ് ആണെങ്കിൽ സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100 ആണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ അനുസരിച്ച് കൊണ്ട് നമ്മൾ ഓരോന്നിൻ്റെ ടോട്ടലിൻ്റെ വാല്യൂസ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 990 ഡിവൈഡ് ബൈ 630 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 157.26. അപ്പോൾ ഇവിടെ കൺക്ലൂഷൻ എന്ത് വരും? ദർ ഈസ് എ 57.26% ഇൻക്രീസ് ഇൻ ദ കറന്റ് ഇയർ പ്രൈസ് ടു ബേസ് ഇയർ പ്രൈസ്, അല്ലെ ബേസ് ഇയർ പ്രൈസ് ടു കറന്റ് ഇയർ പ്രൈസ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി അടുത്തതാണ് പാഷേഴ്സ് മെത്തേഡ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ഇക്വേഷൻസ് ശ്രദ്ധിച്ചാൽ മതി. P1 Q1, P1 Q1. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഇതിലുള്ള Q1 എന്ന് പറയുന്നത് എന്താണ്? കറന്റ് ഇയർ പ്രൈസിലെ കറന്റ് ഇയറിലെ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇവിടെ കറന്റ് ഇയറിലെ പ്രൈസും കറന്റ് ഇയറിലെ ക്വാണ്ടിറ്റിയും, ബേസ് ഇയറിലെ പ്രൈസും കറന്റ് ഇയറിലെ ക്വാണ്ടിറ്റിയും. അപ്പോൾ ഇതാണ് പാഷേഴ്സ് മെത്തേഡിൻ്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചത് ലാസ്റ്റ് ബേസ് മെത്തേഡിൻ്റെതായിരുന്നെങ്കിൽ നമ്മൾ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ? സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100 ആണ് ലാസ്റ്റ് ബേസ് മെത്തേഡിൻ്റെ. ഇനി പാഷേഴ്സ് മെത്തേഡ് ആകുമ്പോൾ എന്ത് വരുന്നുണ്ട്? സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P1
സോറി സിഗ്മ P0 Q1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് ഇയർ ക്വാണ്ടിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. നമ്മൾ പാഷേഴ്സ് മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത മെത്തേഡാണ് ഫിഷേഴ്സ് മെത്തേഡ്. ഫിഷേഴ്സ് മെത്തേഡിന്റെ പ്രത്യേകത ലാസ്പേഴ്സ് മെത്തേഡും പാഷേഴ്സ് മെത്തേഡും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുന്നതാണ്. നോക്കൂ, റൂട്ട് ഓഫ് ലാസ്പേഴ്സ് മെത്തേഡ് ആൻഡ് പാഷേഴ്സ് മെത്തേഡ്. ലാസ്പേഴ്സ് മെത്തേഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു. റൂട്ട് ഓഫ് സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു പാഷേഴ്സ് മെത്തേഡ് സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. പഠിക്കാൻ എളുപ്പമാണ്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലാസ്പേഴ്സിന്റെ മെത്തേഡും ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പാഷേഴ്സിന്റെ മെത്തേഡ്. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ റൂട്ട് കണ്ടെത്തുക. അത്രയാണ് ഇതിൽ വരുന്നത്. നമുക്ക് ഇത് നിങ്ങൾക്ക് അത്ര പഠിക്കാനില്ല. നിങ്ങൾ ഡിഗ്രി ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പക്ഷേ ഇതിലൊരു പ്രോബ്ലം ചെയ്തതുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഇവിടെ ഒരു ഇത് തന്നിരിക്കുന്നു, കൺസ്ട്രക്ട് ദ ഫോളോയിങ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ പ്രോബ്ലം തന്നിട്ടുണ്ട്. നമുക്ക് പാഷേഴ്സ് മെത്തേഡിൽ പ്രോബ്ലം ചെയ്തതാണ്. നമുക്ക് ഇവിടെ പറഞ്ഞ പോലെ ലാസ്പേഴ്സ് മെത്തേഡിൻ്റെ ഇക്വേഷൻസിൻ്റെ ഇത് കൊണ്ടുവരിക, അതേപോലെ തന്നെ പാഷേഴ്സ് മെത്തേഡിൻ്റെ ഇക്വേഷൻസും കൊണ്ടുവരിക. ആ രണ്ടിൻ്റെയും ആൻസേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ലാസ്പേഴ്സ് മെത്തേഡിൻ്റെ ഇതിൻ്റെ ടോട്ടൽ വരുന്നത് അല്ലേ സിഗ്മ P0 Q0 എന്ന് പറയുമ്പോൾ 10,800 അതേപോലെ തന്നെ 7,200. പാഷേഴ്സ് മെത്തേഡിൻ്റെതാണെങ്കിൽ 2,800 1,900. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് ഫിഷേഴ്സ് മെത്തേഡ് ഇതിൽ പ്രോബ്ലം ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ല, ഞാൻ ഒരു പ്രോബ്ലം കണ്ടപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. ഇനി അടുത്തത് നമുക്ക് വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡാണ്. വെയ്റ്റഡ് ഇൻഡെക്സിലെ രണ്ടാമത്തതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ് നമുക്ക് നോക്കാം. ഇൻ ദിസ് മെത്തേഡ് ദ പ്രൈസ് റിലേറ്റീവ്സ് ഓഫ് ദ കറന്റ് ഇയർ ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ബേസ് ഇയർ പ്രൈസ്. സിൻസ് it is weighted method, we need to calculate the weight and find out the product of the weight and price relative, and then the average is calculated. R or PR എന്നുള്ള രീതിയിലാണ് പറയുന്നത്. P1 divided by P0 into 100. എന്നിട്ട് നമുക്ക് അതിൻ്റെ വെയിറ്റും കൂടി മൾട്ടിപ്പിൾ ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് ഇസ് ഈക്വൽ ടു P0 Q0 എന്നുള്ള രീതിയിലും ദെൻ ആർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആർ എന്ന് പറയുന്നത് എന്താ P1 by P0 ഇൻറ്റു വെയിറ്റ് ആണ്, ഇൻറ്റു 100 ഇൻറ്റു വെയിറ്റ് എന്നതാണ് ഏതെന്ന് പറയുന്നത് ഇവിടെ വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്. ദെൻ ഓൾ ഡിവൈഡഡ് ബൈ ദ സിഗ്മ വെയിറ്റ് എന്നുള്ള രീതിയിലേക്ക് വരുന്നു. നമുക്ക് ഇക്വേഷൻസ് ഒന്നുകൂടി പറയാം. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരണ്ട, ഞാൻ പറഞ്ഞത് കൺഫ്യൂഷൻ വരണ്ട, നമുക്കൊന്നുകൂടി ശ്രദ്ധിക്കാം. ഇവിടെ ആർ ഓർ പി ആർ എന്ന് പറയുന്നത് P1 by P0 ഇൻറ്റു 100. വി നീഡ് ടു കാൽക്കുലേറ്റ് ദ വെയ്റ്റഡ് ഇഫ് നോട്ട് ഗിവൺ. വെയിറ്റ് തന്നിട്ടില്ലെങ്കിൽ വെയിറ്റ് കണ്ടെത്തണം. വെയിറ്റ് ഈസ് ഈക്വൽ ടു P0 ഇൻറ്റു Q0 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദെയർഫോർ നമ്മൾ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡിലാണെങ്കിൽ P01 ഈസ് ഈക്വൽ ടു സിഗ്മ ആർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും P1 by P0 ഇൻറ്റു 100 ഇൻറ്റു വെയിറ്റ് നമ്മൾ P0 ഇൻറ്റു Q0 മൾട്ടിപ്പിൾ ചെയ്തതും ഓൾ ഡിവൈഡഡ് ബൈ സിഗ്മ വെയിറ്റ് എന്നുള്ളതും കണ്ടെത്തുക. ഇതാണ് നമുക്ക് പ്രൈസ് ആവറേജ് വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കിതിൽ എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് കൺസ്ട്രക്ട് ദ ഇൻഡെക്സ് നമ്പർ ഫോർ ഗിവൺ ഡാറ്റ. ശ്രദ്ധിക്കണം കേട്ടോ, നല്ലപോലെ ശ്രദ്ധിക്കുക. കൊമോഡിറ്റി ABCDE എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഓഫ് ദ യൂണിറ്റ് ഇൻ 1998 കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2, 3, 5, 2, 1 എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പ്രൈസസ് ഇൻ ദ 1991. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു 2 ഡാറ്റ നമുക്ക് എന്തായിട്ട് എടുക്കാം, ബേസ് ഇയർ എന്നുള്ള രീതിയിൽ എടുക്കാം. ദെൻ പ്രൈസ് ഇൻ ദ 2005 എന്നുള്ള രീതിയിൽ കൊടുത്തിട്ട്, അപ്പോൾ പ്രൈസസ് ഇൻ ദ 2005 എന്ന് പറയുന്നത് കറൻറ്റ് ഇയർ പ്രൈസാണ്. 70, 60, 50, 140, 160 കൊടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ പ്രോബ്ലം ചെയ്യണത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ കൊമോഡിറ്റി ABCDE എന്ന് കൊടുത്തു. ദെൻ ക്വാണ്ടിറ്റി ഇൻ 1998, അപ്പോൾ ക്വാണ്ടിറ്റി 1998 QC0. ദെൻ പ്രൈസസ് ഇൻ ദ 1998 എന്ന് പറഞ്ഞാൽ P0. ഇനി പ്രൈസസ് ഇൻ ദ 2005 എന്ന് പറയുന്നത് P1 എന്ന് കൊടുത്തു. ഇനി നമ്മൾ വെയിറ്റ് കണ്ടെത്തണം. വെയിറ്റ് എങ്ങനെ കണ്ടെത്തുക, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. P0 ഇൻറ്റു Q0 കണ്ടെത്തുക. വെയിറ്റ് കണ്ടെത്തണമെങ്കിൽ ബേസ് ഇയറിലെ പ്രൈസും ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുന്നു. വെയിറ്റ് കണ്ടെത്തി, ദാറ്റ് ഈസ് ഈക്വൽ ടു 550 ഇൻറ്റു 2
then 40 into 3 എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോന്ന് കണ്ടെത്തി 50 into 2 then 40 into 3 then 40 into 5 then 2 into 100 1 into 160 എന്നുള്ള രീതിയിൽ കണ്ടെത്തി നമ്മൾ അതിൻ്റെ ടോട്ടൽ എടുത്തു. അതാണ് സിഗ്മ P0 Q0 എന്ന് പറയുന്നത് 780. ഇനി നമ്മൾ പ്രൈസ് റിലേറ്റീവ് കണ്ടെത്തുക. പ്രൈസ് റിലേറ്റീവ് എന്ന് പറയുന്നത് P1 P0 തമ്മിലുള്ള റേഷ്യോസ് ആണ്. P1 ആൻഡ് P0 നമ്മൾ ഓൾറെഡി P1 ഇതാണ്, P0 അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 70/50 into 100 എന്ന് പറയുമ്പോൾ 140 കിട്ടി. ദെൻ 60/40 150, then 50/40 ഇവിടെ 60/40 150, then 50/40 125, 140/100 140 തന്നെ, then 160/160 അപ്പോൾ 100 കിട്ടി. ഈ നമ്മൾ അതിൻ്റെ റിലേറ്റീവ് കണ്ടെത്തി. ഇനി റിലേറ്റീവ് കണ്ടെത്തിയപ്പോൾ RW കണ്ടെത്തുന്നു. R എന്ന് പറയുന്നത് P1/P0യും then W എന്ന് പറയുന്നത് P0 into Q0. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തതാണ് ഇതിൻ്റെ വാല്യൂസ്. അതിൻ്റെ ഫൈനൽ വാല്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഫൈനൽ വാല്യൂ കിട്ടുമ്പോൾ എന്തായിരിക്കും സിഗ്മ RW എന്ന് കിട്ടി. ഇനി വെയ്റ്റിൻ്റെ മാത്രം നമ്മൾ ടോട്ടൽ എടുത്തു. വെയ്റ്റിൻ്റെ മാത്രം ടോട്ടൽ എത്രയാണ്? നമ്മൾ 780 എന്നുള്ള രീതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ RWൻ്റെ ടോട്ടൽ 1,01,000 അതേപോലെ തന്നെ ഇതിൻ്റെ സിഗ്മ ഡബ്ല്യുവിൻ്റെ 780 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 129.49 എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടി. ഇതാണ് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ്. ഇനി ഇത് കൂടാതെ ഈ ചാപ്റ്ററിൽ ഇനി ഡിസ്കസ് ചെയ്തിരിക്കുന്ന മറ്റ് ഇൻഡെക്സ് നമ്പേഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മറ്റ് ഇൻഡെക്സ് നമ്പേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, ദെൻ അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ്, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻഡെക്സ്, സെൻസെക്സ്, നിഫ്റ്റി, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ദെൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻഡെക്സ് തുടങ്ങിയിട്ടുള്ള കുറേ ഇൻഡെക്സുകൾ നമുക്കിതിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്താണ് എഴുതിയുള്ളത് നോക്കാം. ദ ഫോളോയിങ് ഇൻഡെക്സ് ഹാവ് ബീൻ regularly published by the government and used for determining the various policy measures. നമ്മുടെ രാജ്യത്തുള്ള ഓരോ വ്യത്യസ്ത പോളിസികളൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇൻഡെക്സുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് അതിൽ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് എന്താണ് ഇതിൻ്റെ തിയറി നോക്കാം. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഓർ CPI also known as the cost of living index. അപ്പോൾ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാലും ഫൈൻഡ് ഔട്ട് ദ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. മെഷേഴ്സ് ആവറേജ് ചേഞ്ചസ് ഇൻ ദ റീറ്റെയിൽ പ്രൈസ്. ആവറേജ് ചേഞ്ചസ് ഇൻ ദ റീറ്റെയിൽ പ്രൈസ്. അപ്പോൾ ഹോൾസെയിൽ പ്രൈസും റീറ്റെയിൽ പ്രൈസും ഉണ്ട്. അപ്പോൾ റീറ്റെയിൽ പ്രൈസസിൽ വരുന്ന ആവറേജ് ചേഞ്ചസിനെ മെഷർ ചെയ്യാനാണ് എന്തുപയോഗിക്കുന്നത്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഓർ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നത്. കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ഓർ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടു മെഷർ ദ ആവറേജ് ചേഞ്ചസ് ഇൻ ദ റീറ്റെയിൽ പ്രൈസ്. റീറ്റെയിൽ പ്രൈസസിൽ വരുന്ന ആവറേജ് ചേഞ്ചസ് മെഷർ ചെയ്യാനാണ്. നോക്കാം. ദ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഫോർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഈസ് ഇൻക്രീസിംഗ്ലി കൺസിഡേർഡ് ദ അപ്രോപ്രിയേറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ദ ജനറൽ ഇൻഫ്ലേഷൻ. നമ്മുടെ രാജ്യത്തെ ജനറൽ ഇൻഫ്ലേഷൻസ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സാണ് കൺസ്യൂമർ പ്രൈസ് ഫോർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്. ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിൻ്റെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പലപ്പോഴും ജനറൽ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. വിച്ച് ഷോസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് ഇമ്പാക്റ്റ് ഓഫ് ദ പ്രൈസ് റേസസ് ഓൺ ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഓഫ് ദ കോമൺ പീപ്പിൾ. നമ്മുടെ സാധാരണ ജനങ്ങളുടെ കോസ്റ്റ് ഓഫ് ലിവിങ് വർദ്ധിച്ചിട്ടുണ്ടോ, ഇൻഫ്ലേഷൻ റേറ്റ് വർദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ദ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഫോർ ദ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സാണ് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്തിനു വേണ്ടിയും കൂടി ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ്, കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദ മെയിൻ ഗ്രൂപ്പ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ഫോർ whom the consumer price index number have been calculated in India are ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാറുണ്ട്. ദെൻ അർബൻ നോൺ മാനുവൽ വർക്കേഴ്സ് ആൻഡ് ദ അഗ്രികൾച്ചറൽ ലേബേഴ്സ്. ഇത്രയും ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ രാജ്യത്ത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് എന്ന് പറയുന്നു. നമുക്ക് നീഡ് ടു പ്രിപ്പയർ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലേ?
എന്താണ് അതിൻ്റെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? വി നീഡ് ടു പ്രിപ്പയർ ദ കൺസ്യൂമർ പ്രൈസ് ബിക്കോസ് ഓഫ് എന്തിനാണ്, എന്ത് കാരണത്തിനൊക്കെ നമുക്കിവിടെ നോക്കാം. ജനറൽ ഇൻഡെക്സ് നമ്പേഴ്സ് ഫെയിൽ ടു ഹൈലൈറ്റിംഗ് ദ ഇഫക്റ്റ് ഓഫ് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ പ്രൈസസ് ഓഫ് വേരിയസ് ഗുഡ്സ് ഓൺ കോസ്റ്റ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ. ഒരു വ്യക്തിയുടെ കോസ്റ്റ് ഓഫ് ലിവിങ് മെഷർ ചെയ്യുന്നതിന് നമ്മൾ പല ടൈപ്പ് ഐറ്റംസ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളിവിടെ എന്താണ് ജനറൽ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ത് ചെയ്യുന്നില്ല, അത് ഈ ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് ജനറൽ ഇൻഡെക്സ് നമ്പർ കൂടുതലായിട്ട് ഇഫക്റ്റ് ചെയ്യുന്നില്ല അല്ലേ, അല്ലെങ്കിൽ അത് ഫെയിൽ ടു ഹൈലൈറ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ദ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ദ കൺസ്യൂമേഴ്സ് consume different commodities that two in different proportions. നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്ന നമുക്ക് കൺസ്യൂമർ പ്രൈസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിലുപയോഗിക്കുന്ന ഐറ്റംസ്, അതിലെടുക്കുന്ന അളവ്, ഐറ്റത്തിൻ്റെ പ്രൊപ്പോർഷൻസ് ഒക്കെ വ്യത്യസ്തതയാണ്. ഇപ്പോൾ ജനറൽ പ്രൈസ് ഇൻഡെക്സിനൊക്കെ പലപ്പോഴും അത് എടുക്കുന്നതിൻ്റെ പ്രൊപ്പോർഷൻസ് വ്യത്യാസമാണ്. ഇപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ നമ്മൾ കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുന്ന റീറ്റെയിൽ പ്രോഡക്റ്റുകളുടെ അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻസ് ആണ് അതിലെടുക്കാറ്. ആ പ്രൊപ്പോർഷൻസ് എടുത്തിട്ട് ആ ഐറ്റത്തിൻ്റെ വാല്യൂസിൽ വരുന്ന ചേഞ്ചസ് ആണ് ഇവിടെ ഇൻഫ്ലേഷൻ റേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാറ്. ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ദ കൺസ്യൂമർ കൺസ്യൂം ഡിഫറെൻറ്റ് കൊമോഡിറ്റീസ് ദാറ്റ്സ് ആർ ടു ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസ്. പലപ്പോഴും ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ദ പീപ്പിൾസ് ഉണ്ട്, ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സ് ഉണ്ട്, ഇവരൊക്കെ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസിലൊക്കെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് റിഫ്ലക്റ്റ് ദ ഇഫക്റ്റ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ പ്രൈസസ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ദ പീപ്പിൾസിൻ്റെ സാധന വില നിലവാരങ്ങളുടെ മാറ്റങ്ങളിൽ സംഭവിച്ചത് മെഷർ ചെയ്യുന്നതിന് ഇവിടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി എങ്ങനെയാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ ഒബ്സർവ് ടു കൺസ്ട്രക്ട് ദ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഫസ്റ്റ് വൺ എന്താണെന്നുള്ളത് നോക്കാം. Selection of the class of the consumers and consumers should be classified into various class etc. Industrial labor ആണോ, ടീച്ചേഴ്സ് ആണോ, അല്ലെങ്കിൽ മറ്റ് അഗ്രികൾച്ചർ ലേബേഴ്സ് ആണോ, ഇതിൽ ഏത് സെലക്ഷൻ ഓഫ് ദ ക്ലാസ് ഓഫ് ദ കൺസ്യൂമേഴ്സ്, നമ്മൾ ഏത് ആൾക്കാരെ, ഏത് ക്ലാസ്സസ് ഓഫ് ദ പീപ്പിളിനെയാണ് ഇവിടെ എടുക്കുന്നത്. രണ്ടാമത് എൻക്വയറി അബൌട്ട് ദ ഫാമിലി ബഡ്ജറ്റ്. നമ്മൾ ഫാമിലിയെ കുറിച്ച് നമ്മളിവിടെ ഏറ്റവും ആദ്യം പറഞ്ഞു സെലക്ഷൻ ഓഫ് ദ ക്ലാസ് ഓഫ് ദ കൺസ്യൂമർ. നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏത് ക്ലാസ് ഓഫ് കൺസ്യൂമേഴ്സിനെയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യണം. രണ്ടാമതാണ് എൻക്വയറി അബൌട്ട് ദ ഫാമിലി ബഡ്ജറ്റ്. ഓരോരുത്തരുടെ ഫാമിലി ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ എൻക്വയറി ചെയ്യണം, അന്വേഷിച്ചിരിക്കണം. വി സെലക്ട് എ സാമ്പിൾ ഓഫ് ആഡിക്വേറ്റ് നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഫാമിലീസ് ഫ്രം ദ സെലക്റ്റഡ് ഗ്രൂപ്പ് ആൻഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് കളക്റ്റഡ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസ് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ അവരുടെ ഫാമിലി ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. ഒന്ന് പറയുന്നുണ്ട് കൊമോഡിറ്റീസ് കൺസ്യൂംഡ്, ഏതൊക്കെ ടൈപ്പ് കൊമോഡിറ്റിയാണ് കൺസ്യൂം ചെയ്യുന്നത്, ക്വാണ്ടിറ്റി ഓഫ് ദീസ് കൊമോഡിറ്റി, എത്രയാണ് ഓരോ കൊമോഡിറ്റിയുടെ അളവുകൾ, ദെൻ പ്രൈസസ് ഓഫ് ദീസ് കൊമോഡിറ്റീസിൻ്റെ പ്രൈസസ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ കൺസ്യൂമേഴ്സിന് മൊത്തം എത്ര രൂപ ചിലവ് വന്നു എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കണം. അപ്പോൾ എൻക്വയറി അബൌട്ട് ദ ഫാമിലി ബഡ്ജറ്റിൽ ഇത്രയും മാറ്റേഴ്സ് ഉൾക്കൊള്ളിച്ചിരിക്കണം. ദെൻ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൈസസ്, സാധനങ്ങളുടെ വിലകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം. ഇവിടെ പറയുന്നുണ്ട് ദ റീറ്റെയിൽ പ്രൈസസ് ഓഫ് ദ സെലക്റ്റഡ് ഗുഡ്സ് ആൻഡ് ദ സർവീസ് ഷുഡ് ബി ഗാദേർഡ് ഫ്രം ദ ഏരിയ ടു വിച്ച് ദീസ് കൺസ്യൂമേഴ്സ് ബിലോങ്. എവിടെയാണ് ഇപ്പോൾ ഈ കൺസ്യൂമേഴ്സ്, നമ്മൾ കൺസ്യൂമേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ കൺസ്യൂമേഴ്സ് താമസിക്കുന്ന ഏരിയ ഏതാണ്, ആ സ്ഥലം നോക്കിയിട്ട് ആ സ്ഥലത്തുള്ള സാധനങ്ങളുടെ വില നിലവാരങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. ദെൻ അസൈനിങ് ദ വെയിറ്റേജ്. അസൈനിങ് ദ വെയിറ്റേജ് എന്ന് പറയുന്നത് വെയിറ്റേജ് ഡിഫറെൻറ്റ് ഐറ്റംസ് മസ്റ്റ് ബി ഗിവൺ അക്കോർഡിംഗ് ടു ദ റിലേറ്റീവ് ഇമ്പോർട്ടൻസ്. നമ്മൾ ഓരോ ഏത് കൺസ്യൂമറാണ്, ഇപ്പോൾ ഒരു ഗ്രാമീണ മേഖലയിലെ കൺസ്യൂമർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്ര ഇരുമ്പ് ഉപയോഗിച്ചു, അദ്ദേഹം എത്ര സിമെൻറ്റ് ഉപയോഗിച്ചു എന്നുള്ളതെല്ലാം എടുക്കേണ്ടത്. അദ്ദേഹം എത്ര ഫുഡ് ക്രോപ്സ് എടുത്തു, അദ്ദേഹം എത്ര ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്തു, ഡെയിലി അദ്ദേഹം കൺസ്യൂം ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്, ആ വസ്തുക്കളുടെ വെയിറ്റേജാണ് നമ്മൾ കൃത്യമായിട്ട് എടുക്കേണ്ടത്. ഇതൊക്കെയാണ് അവിടെ ഇതിൽ വരുന്നത്. ഇനി കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡുകൾ ഇവിടെ പറയുന്നുണ്ട്. There are two methods
to construct consumer price index. ഒന്ന് aggregate expenditure method. Aggregate expenditure method എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ ഫോർമുല നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മെത്തേഡാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 into 100. ഏത് മെത്തേഡാണ്? ലാസ്റ്റ് പേസ് മെത്തേഡാണ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കാം. ദിസ് മെത്തേഡ് ഗിവ് ദ ഇമ്പോർട്ടൻസ് ടു ദ ക്വാണ്ടിറ്റീസ് ഓഫ് ദ ബേസ് ഇയർ. വി നീഡ് ടു ഫൈൻഡ് ദ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ബേസ് ഇയർ ആൻഡ് ദ കറണ്ട് ഇയർ. അപ്പോൾ നമുക്ക് അതിനെ ഇൻ സിമ്പിൾ വേർഡ് വി യൂസ് ദ ലാസ്റ്റ് പേസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആണ് ഒന്ന് കണ്ടെത്തുന്നത്. രണ്ടാമത് ഫാമിലി ബഡ്ജറ്റ് മെത്തേഡാണ്. ഫാമിലി ബഡ്ജറ്റ് മെത്തേഡ് നമ്മൾ ഇതിൽ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ല. ആ മെത്തേഡാണ് ഇതിൽ പറയുന്നത്. ദിസ് മെത്തേഡ് ഗീവ് ദ ഇമ്പോർട്ടൻസ് ടു ദ പ്രൈസ് റിലേറ്റീവ്. നേരത്തെ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻസ് പറഞ്ഞിരുന്നു. പ്രൈസ് റിലേറ്റീവ് ടു കറണ്ട് ഇയർ പ്രൈസസ് divided by the base year and the multiplied by the 100. This is done for each commodity, then weights are calculated. നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്. ഇക്വേഷൻസ് നോക്കുക. P01 is equal to sigma RW. ഇതിൽ R എന്ന് പറയുന്നത് P1 divided by P0 into 100 W എന്ന് പറയുന്നത് എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞു P0 into Q0 ആണ്. P0 into Q0 then divided by sigma weight sigma P0 Q0 എന്നുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതാണ് ഈ രണ്ട് മെത്തേഡ്. ഇനി ഇതിലെങ്ങനെയാണ് പ്രോബ്ലം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. കൺസ്ട്രക്ട് കൺസ്യൂമർ പ്രൈസ് യൂസിങ് ബോത്ത് അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഫാമിലി ബഡ്ജറ്റ് മെത്തേഡ്. രണ്ട് മെത്തേഡിലും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഇത് ഒരു പ്രോബ്ലം ചെയ്തതാണ്, നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ നോക്കാം. ഇതിപ്പോൾ നമ്മൾ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡിലുള്ള രീതിയിലാണ് പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. ഐറ്റം തന്നിട്ടുണ്ട്, പ്രൈസ് തന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ഇത് ബേസ് ഇയർ ആണ്. അതേപോലെ തന്നെ ഇത് കറണ്ട് ഇയർ ആണ്. അതിൽ തന്നു. നമ്മൾ P1 Q0 കണ്ടെത്തി, P0 Q0 കണ്ടെത്തി. അതിനനുസരിച്ച് പ്രോബ്ലം ചെയ്തു. അപ്പോൾ ഇത് ആക്ച്വലി എന്ത് മെത്തേഡാണ്? ലാസ്റ്റ് പേയേഴ്സ് മെത്തേഡാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡും ലാസ്റ്റ് പേയേഴ്സ് മെത്തേഡും സെയിം തന്നെയാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടില്ല, ഫാമിലി ബഡ്ജറ്റ് മെത്തേഡ്. ആ ഫാമിലി ബഡ്ജറ്റ് മെത്തേഡ് തന്നിരിക്കുന്ന ഐറ്റം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ P0 വെയിറ്റ് കണ്ടെത്താൻ P0 Q0 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ റിലേറ്റീവ്സ് കണ്ടെത്തി P1 by P0 into 100 കണ്ടെത്തി. എന്നിട്ട് RW മൾട്ടിപ്ലൈ ചെയ്തു. ഇതേ മോഡൽ നമ്മൾ നേരത്തെ ചെയ്തതാണ്. അതുകൊണ്ട് ഇത് എളുപ്പമാണ്. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട രണ്ട് മെത്തേഡുകളുണ്ട്. ഫാമിലി ബഡ്ജറ്റ് മെത്തേഡും അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡും. ഈ രണ്ട് മെത്തേഡിലൂടെയും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ദ കൺസ്യൂമർ പ്രൈസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ പർച്ചേസിംഗ് പവർ ഓഫ് മണി ആൻഡ് റിയൽ വേജ്. അപ്പോൾ പർച്ചേസിംഗ് പവർ ഓഫ് ദ മണിയും റിയൽ വേജ് ഒക്കെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിക്കാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക? പർച്ചേസിംഗ് പവർ ഓഫ് ദ മണി, നമ്മുടെ പണത്തിൻ്റെ പർച്ചേസിംഗ് പവറും റിയൽ വേജും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിക്കാറുണ്ട്. ദെൻ ഇറ്റ് ഹെൽപ്പ് ടു ഫോർമുലേറ്റ് ദ ഗവൺമെൻറ് പോളിസി. ഇതിനടിച്ച് ഗവൺമെൻറ് ഓരോ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിക്കാറുണ്ട്. ദെൻ ഇഫ് ദ പ്രൈസസ് ഓഫ് ദ സർട്ടൻ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ഇൻക്രീസസ് ഡ്യൂ ടു ദ ഷോർട്ടേജ് ഓഫ് government may decide to provide them through the fair price shop or rationing. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഒക്കെ നോക്കിയിട്ട് ചിലപ്പോൾ ചില റയർ ഐറ്റംസിന് അല്ലെങ്കിൽ വളരെ കൺസ്യൂമേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വില കൂടുതലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കത് മാർജിൻ ഫ്രീ മാർക്കറ്റുകളിലൂടെയും റേഷൻ ഷോപ്പുകളിലെയും അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പറയില്ലേ മാർജിൻ ഫ്രീ മാർക്കറ്റ് അല്ലെങ്കിൽ ഫെയർ ഷോപ്പുകളിലൂടെ വിറ്റൊഴിക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിൽ കൊടുക്കാൻ സാധിക്കുന്നു. Then consumer price index also used to analyze the market of specific commodities. ചില സ്പെസിഫിക് കൊമോഡിറ്റീസിൻ്റെ മാർക്കറ്റിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് നമ്മൾ ഡിഫിക്കൽട്ടീസ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള ചില പ്രോബ്ലംസ് ആണ്. As different sections of the society have the different standard of living, become the difficulty to have one consumer price for different classes of the people. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ വ്യത്യസ്ത ക്ലാസ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് രൂപീകരിക്കുമ്പോൾ അത് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് മാറുന്നു. Then every family household have the different budget set because
because the proportion of the expenditure incurred on given basket of goods varies from one family to another family. ഓരോ ഫാമിലിയുടെയും ബാസ്ക്കറ്റ് ഓഫ് ദ ഗുഡ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റി എടുത്തിട്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് പലപ്പോഴും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നു. The reason is that the habits, taste and preference of the consumers keep changing. ഓരോ കൺസ്യൂമേഴ്സിൻ്റെയും ഓരോ ലെവലിലുള്ള കൺസ്യൂമേഴ്സിൻ്റെയും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസും ഫാഷൻസും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ലെവലിലുള്ള ആൾക്കാരുടെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് പലപ്പോഴും ചില പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. Then retail prices being used to construct consumer price index also fail to truly express the result, because the retail prices of the commodities are not fixed by keeping on the change whenever there is a change in the supply and demand. ഇപ്പോൾ നമ്മുടെ എക്കോണമിയിലെ സപ്ലൈയുടെയും ഡിമാൻഡിനൊക്കെ അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ സാധനങ്ങളുടെ റീറ്റെയിൽ പ്രൈസസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ റീറ്റെയിൽ പ്രൈസസ് അല്ലെ, റീറ്റെയിൽ പ്രൈസ് ബീയിങ് യൂസ്ഡ് ടു കൺസ്യൂമർ പ്രൈസ് ആൾസോ ഫെയിൽ ടു ട്രൂലി എക്സ്പ്രസ് ദ റിസൾട്ട് അല്ലേ. നമ്മുടെ എക്കോണമിയിൽ ഇൻഫ്ലേഷൻ ആണോ ഡീഫ്ലേഷൻ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആ റിസൾട്ട് പലപ്പോഴും പ്രഖ്യാപിക്കുന്നത് ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ റീറ്റെയിൽ പ്രൈസസ് ആണ് എടുക്കുന്നത്. ആ റീറ്റെയിൽ പ്രൈസസ് എടുക്കുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിലെ ഡിമാൻഡ് സപ്ലൈയിലൊക്കെ വേരിയേഷൻസ് സംഭവിക്കാം. ഈ വേരിയേഷൻസ് സംഭവിക്കുമ്പോൾ ഇതിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ വാല്യൂവിലൊക്കെ വ്യതിയാനങ്ങൾ സംഭവിക്കും. അപ്പോൾ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ അതൊരു വളരെ കൃത്യമായിട്ടുള്ള ഒരു വാല്യൂ ആവണം എന്നില്ല. ദെൻ sample of the consumer selected to construct index numbers may fail truly represent the class if the symbol is not done carefully. അല്ലേ, നമ്മൾക്കിവിടെ വ്യത്യസ്ത ടൈപ്പ് ആൾക്കാരുണ്ട് എന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വ്യത്യസ്ത ടൈപ്പ് ആൾക്കാർ നമ്മളൊരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് രൂപീകരിച്ചു. അത് പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലെ ആൾക്കാരുടെ ലെവല്, അതേപോലെ തന്നെ പർച്ചേസിങ് പവർ, സൊസൈറ്റിയിലെ വ്യത്യസ്ത ക്ലാസ് എന്നൊക്കെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ആ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് ഇത് കൃത്യത ഉണ്ടാവണം എന്നില്ല. ദ നെക്സ്റ്റ് വൺ, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഡീറ്റെയിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, എന്നാലും നമുക്കിതൊന്ന് പറഞ്ഞു പോവാം. Wholesale price index numbers indicate the changes in the general price level. General price level വരുന്ന ചേഞ്ചസ് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിക്കാറ്. Unlike consumer price index, it does not have any reference consumer category. കൺസ്യൂമർ പ്രോഡക്റ്റുകൾക്ക് ഒരു റെഫറൻസ് ഇത് കൊടുക്കുന്നില്ല. It does not include the item pertaining the service like barber charges and repairing etc. ഇത് ചിലപ്പോൾ നമ്മുടെ അല്ലേ ചില സർവീസസ് ബാർബർ ചാർജസും റിപ്പയറിങ് ഇതിനൊന്നും ഒരു എന്ത് ചെയ്യുന്നില്ല, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. The commodity weight in the wholesale price index are determined by the estimate of the commodity value of the domestic production and the value of import inclusive of import duty during the base year. അപ്പോൾ നമുക്ക് ഇതിൽ പറഞ്ഞതുപോലെ തന്നെ the commodity weight in the wholesale price index are determined. എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? by estimate of the commodity value of the domestic production and value of the import inclusive of import duty during the base year. ആ ബേസ് ഇയറിൽ ഉണ്ടായ അതിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടിയും കൂടി അടക്കമാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അവൈലബിൾ ഓൺ ദ വീക്ക്ലി ബേസിസ്. ഇത് വീക്ക്ലി ബേസിസ് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. ദെൻ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് യൂസസ് ഓഫ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? ദ ഇൻഡെക്സ് നമ്പർ ഈസ് ഹെൽപ്ഫുൾ, അല്ലെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്തിനാണ്? ഇൻ ഫോർകാസ്റ്റിംഗ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണ്ടീഷൻസ് ഓഫ് ദ കൊമോഡിറ്റീസ് ഇൻ ദ എക്കോണമി. ദർ ഈസ് increase in the wholesale price index, it means the demand of the commodities is more than their supply. അപ്പോൾ നമുക്കിവിടെ പറയുന്നുണ്ട് ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, the index number is helpful in forecasting the demand and supply. നമുക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ മുൻകൂട്ടി കാണാൻ. ഇപ്പോൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, the commodities in the economy. There is an increase in the wholesale price index. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? the demand for the commodities is more than the supply. സപ്ലൈനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ ഡിമാൻഡ് ഉണ്ടാകുന്നു എന്നതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ അതിനർത്ഥം ഇവിടെയുള്ള സപ്ലൈ ഓഫ് ദ കൊമോഡിറ്റിനേക്കാൾ കൂടുതലായിട്ട് ഡിമാൻഡ് ഇവിടെ ഉണ്ട്, എക്കോണമിയിലുണ്ട് എന്നതാണ് അർത്ഥമാക്കുന്നത്. ദെൻ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൻ്റെ മറ്റൊരു യൂസസ് ആണ്, ഇറ്റ് ഹെൽപ്പ് അസ് ടു അണ്ടർസ്റ്റാൻഡ് ദ മോണിറ്ററി ആൻഡ് ദ റിയൽ വാല്യൂ ഓഫ്
മാക്രോ അഗ്രിഗേറ്റ്, ഒരു മാക്രോ ലെവലിലുള്ള ഹോൾസെയിൽ അല്ലേ മാക്രോ ലെവലിലുള്ള ഒരു വ്യൂ അല്ലെങ്കിൽ മോണിറ്ററി എന്ന് പറഞ്ഞാൽ പണപരമായിട്ടുള്ള വസ്തുക്കളുടെ ഒരു റിയൽ ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ മോണിറ്ററി ആൻഡ് ദ റിയൽ വാല്യൂ ഓഫ് ദ മാക്രോ അഗ്രിഗേറ്റ്സ്. മോണിറ്ററി വാല്യൂ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രൈസസ് ഓഫ് ദ കറന്റ് ഇയർ ആൻഡ് ദ റിയൽ വാല്യൂ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രൈസസ് ഓഫ് ദ ബേസ് ഇയർ. നമുക്കിവിടെ രണ്ട് വാല്യൂസ് ഉണ്ട്, കറന്റ് ഇയർ വാല്യൂ ഉണ്ട്, ബേസ് ഇയർ വാല്യൂ ഉണ്ട്. ബേസ് ഇയർ വാല്യൂ എന്ന് പറയുന്നതാണ് റിയൽ വാല്യൂ എന്ന് പറയുന്നത്. ബേസ് ഇയർ വാല്യൂ എന്ന് പറയുന്നതാണ് റിയൽ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ കറന്റ് ഇയർ വാല്യൂ എന്ന് പറയുന്നതാണ് മോണിറ്ററി വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള വാല്യൂ ഉണ്ട്. മോണിറ്ററി വാല്യൂവിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും റിയൽ വാല്യൂവിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും നമുക്ക് സാധിക്കുന്നുണ്ട്. മോണിറ്ററി വാല്യൂ എന്ന് പറയുന്നത് കറന്റ് ഇയർ പ്രൈസിലുള്ള വാല്യൂ ആണ്. റിയൽ വാല്യൂ എന്ന് പറയുന്നത് ബേസ് ഇയറിലുള്ള വാല്യൂ ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വീക്കിലി ഇൻഫ്ലേഷൻ റേറ്റ്, നമ്മുടെ ഒരു രാജ്യത്തിലെ ഒരു ആഴ്ചയിലെ വീക്കിലി ഇൻഫ്ലേഷൻ റേറ്റ് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ XT minus 1 divided by XT minus 1 into 100. അപ്പോൾ ഇതിൽ XT എന്താണെന്നുള്ളത് നോക്കാം. XT എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഫോർ ദി ടീത്ത് വീക്ക്, നമ്മൾ ഏതാണോ വീക്ക് എന്നുള്ളത് അത് ദെൻ അതിൻ്റെ മുന്നത്തെ ആഴ്ചയാണ് ഏതെന്ന് പറയുന്നത് XT minus 1. അപ്പം നമുക്ക് ഇവിടെ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് എന്നുള്ളത് കൊടുത്തു. അപ്പോൾ സെക്കൻഡ് വീക്ക് എന്നുള്ളതാണ് XT എന്ന് പറയുന്നത്. അതിൻ്റെ മുന്നത്തെ ആഴ്ച എന്ന് XT minus 1 എന്ന് പറയുന്നത് അത് മുന്നത്തെ ആഴ്ചയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഇക്വേഷൻസ് പഠിക്കും. XT എന്ന് പറയുന്നപ്പോൾ നമുക്ക് രണ്ടാഴ്ച തന്നു. അപ്പോൾ അതിലെ രണ്ടാമത്തെ ആഴ്ച ഇതും അതിൻ്റെ മുന്നത്തെ ആഴ്ച XT minus 1 ആണ് ഉപയോഗിക്കുന്നത്. നമുക്കൊരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇഫ് ദ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഓഫ് വീക്ക് 1 ഈസ് 800, ആദ്യത്തെ ആഴ്ചത് 800ഉം രണ്ടാമത്തെ ആഴ്ചത് 880ഉമാണ്. അപ്പോൾ നമുക്ക് ദ വീക്കിലി ഇൻഫ്ലേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ XT minus 1 ഡിവൈഡ് ബൈ XT minus 1 into 100. അപ്പോൾ ഇവിടെ XT എന്ന് പറയുന്നത് 880ഉം XT minus 1 എന്ന് പറയുന്നത് -1 എന്ന് പറയുന്നത് ഇവിടെ 800ഉമാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് XT minus 1, ദാറ്റ് ഈസ് 80 ഡിവൈഡഡ് ബൈ XT minus 1, മുന്നത്തത് 800. അപ്പോൾ 80 ഡിവൈഡ് ബൈ 800 into 100, ദാറ്റ് ഈസ് 10%. അപ്പോൾ ഇൻഫ്ലേഷൻ നമ്മുടെ ഒരു ആഴ്ചയിലെ ഇൻഫ്ലേഷൻ റേറ്റിൽ എത്ര വർധനവുണ്ട്? 10% വർധനവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇങ്ങനെയാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ ഇൻഫ്ലേഷൻ റേറ്റ്. അപ്പോൾ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡെക്സ് ഏതാ? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. അടുത്തത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നതാണ് അടുത്തത് ഡിസ്കസ് ചെയ്യേണ്ടത്. Industrial production index. The index number of the industrial production measures the changes in the level of industrial changes in the level of industrial production comprising many industries. It includes the production of the public and private sector. Public sector private sector ഓരോ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള പ്രൊഡക്ഷനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇൻഡെക്സ് ആണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതിന് വെയ്റ്റഡ് ആവറേജ് ഓഫ് ദ ക്വാണ്ടിറ്റി റിലേറ്റീവ്സ് ഫോർമുല നേരത്തെ ഉപയോഗിക്കുന്നുണ്ട്. സിഗ്മ വെയ്റ്റ് ഇൻറ്റു Q1 by Q0 into 100 into sigma weight. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന Q1 എന്താണെന്ന് നോക്കാം. ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ഓഫ് ദ കറന്റ് ഇയർ, ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ഓഫ് ദ ഇൻഡസ്ട്രീസ് ഇൻ ദ കറന്റ് ഇയർ. Q0 എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ഇൻ ദ ബേസ് ഇയർ ഇൻറ്റു 100. ദെൻ വെയ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് ഓരോ ഐറ്റത്തിൻ്റെയും വെയ്റ്റ് എത്രയാണ് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് സിഗ്മ വെയ്റ്റ് എന്നുള്ളതിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഫ്ലേഷൻ ആൻഡ് ഇൻഡെക്സ് നമ്പർ. നമുക്കറിയാം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ദ ജനറൽ പ്രൈസ് ലെവൽ ഓഫ് ദ കൊമോഡിറ്റി. നമ്മുടെ രാജ്യത്തുള്ള കൊമോഡിറ്റിയുടെ ജനറൽ പ്രൈസ് ലെവൽ ഉയരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ദ ഇൻഫ്ലേഷൻ ഈസ് ദ പെർസിസ്റ്റന്റ് റൈസ് ഇൻ ദ പ്രൈസ്, അല്ലേ? സാധനങ്ങളുടെ നമ്മളുടെ വില നിലവാരം ഉയരുന്നൊരു സിറ്റുവേഷൻ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ ഒരു പ്രത്യേകത, ഇൻഫ്ലേഷൻ ഇങ്ങനെ ഉയരുന്നു എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ എന്താണെന്ന് നോക്കാം. If the inflation is not a controlled money will not able to perform its function as the unit of the value or the medium of exchange, അല്ലേ? ഇപ്പോൾ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലേഷൻ വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കൺട്രോൾ ചെയ്യുന്ന നമുക്കത് കൃത്യമായിട്ട് വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? മെഷർ ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കാം, ഇൻഫ്ലേഷൻ ലോവേഴ്സ് ദ വാല്യൂ ഓഫ് ദ മണി.
നമ്മുടെ പണത്തിൻ്റെ ഇൻഫ്ലേഷൻ വർദ്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ വാല്യൂ കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ വാല്യൂ കൂടി എന്നുള്ളതുമാണ്. ഇൻഫ്ലേഷൻ ലോവേഴ്സ് ദ വാല്യൂ ഓഫ് ദ മണി, ദാറ്റ് ഈസ് ദ പർച്ചേസിംഗ് പവർ ഓഫ് ദ മണി ഗോസ് ഡൗൺ. ഇൻഫ്ലേഷൻ വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 1 കിലോഗ്രാം അരിക്ക് 45 എന്നുള്ളത് 50 ആയി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസയുടെ വാല്യൂ കുറഞ്ഞു. കാരണം നമുക്ക് പണ്ട് 45 രൂപയ്ക്ക് കൊടുത്തിട്ട് 1 കിലോ അരി വാങ്ങിക്കാമായിരുന്നത് ഇപ്പോൾ 45 രൂപ കൊടുത്താൽ നമുക്ക് അരി വാങ്ങിക്കാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ വാല്യൂ കുറഞ്ഞു എന്നതാണ് ഇൻഫ്ലേഷൻ റേറ്റ് കൂടിയെന്നതിൻ്റെ അർത്ഥം. The wholesale price index is widely used to measure the rate of inflation. നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദിസ് ഇൻഡെക്സ് ഹാസ് capability to measure the price fluctuations of all the commodities in a comprehensive way. അതെ, ഇൻഫ്ലേഷൻ നമുക്ക് ഇൻഡെക്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ രാജ്യത്തുള്ള പ്രൈസ് ഫ്ലക്ച്വേഷൻസിൽ മാറിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഇനി റിയൽ ഇൻകം ഓഫ് വേജ്, നമുക്ക് റിയൽ ഇൻകം ഓഫ് വേജ് കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെയാണ്? പ്രസൻറ്റ് വേജ് ഡിവൈഡ് ബൈ പ്രസൻറ്റ് പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു 100. അപ്പോൾ റിയൽ ഇൻകം ഓഫ് വേജസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ പ്രസൻറ്റ് വേജസ് ഡിവൈഡ് ബൈ പ്രസൻറ്റ് പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു 100 എന്നതാണ്. നമുക്ക് ഇതാണ് ഇൻഫ്ലേഷനും ഇൻഡെക്സുമായുള്ള റിലേഷന് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. റിയൽ ഇൻകം ഓഫ് ദ വേജസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. പ്രസൻറ്റ് വേജ് ഡിവൈഡ് ബൈ പ്രസൻറ്റ് പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു 100 ആണ്. തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ആൻസർ കണ്ടെത്തുക. അപ്പോൾ ഈ ഇക്വേഷൻ മറക്കരുത്. പ്രസൻറ്റ് വേജസ് ഡിവൈഡ് ബൈ പ്രസൻറ്റ് പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു 100 എന്ന് അപ്ലൈ ചെയ്യും. ഇനി നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഫോർമുലാസിനെ ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഒന്ന് അൺവെയ്റ്റഡ് ഓർ സിമ്പിൾ ഇൻഡെക്സ് ആണ് സിഗ്മ P1 ഡിവൈഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. ദെൻ സിമ്പിൾ ആവറേജ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ് ആണെങ്കിൽ 2 ഇക്വേഷൻസ് ഉപയോഗിക്കാം. സിഗ്മ P1 ബൈ P0 ഇൻറ്റു 100 ഡിവൈഡ് ബൈ n എന്നുള്ളതും, ഓർ സിഗ്മ P ഇൻറ്റു R ഡിവൈഡഡ് ബൈ n എന്നുള്ള ഇക്വേഷനും. ദെൻ വെയ്റ്റഡ് ഇൻഡെക്സ് ആണെങ്കിൽ ലാസ്റ്റ് ഫേസ് മെത്തേഡ് സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ P0 Q0 ഇൻറ്റു 100. പാഷസ് മെത്തേഡ് ആണെങ്കിൽ സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100. ദെൻ അടുത്തത് പാഷസ് മെത്തേഡ്. ഇനി ഫിഷേഴ്സ് മെത്തേഡ് ഉണ്ടല്ലോ, ഫിഷേഴ്സ് മെത്തേഡ് ലാസ്റ്റ് ഫേസ് മെത്തേഡ് ഇൻറ്റു പാഷസ് മെത്തേഡാണ്. ദെൻ വെയ്റ്റഡ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡിൽ സിഗ്മ RW ഡിവൈഡ് ബൈ സിഗ്മ W. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, അത് ലാസ്റ്റ് ഫേസ് മെത്തേഡിൻ്റെ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഫാമിലി ബഡ്ജറ്റ് മെത്തേഡിൻ്റെ ഇക്വേഷൻസ് 2 മെത്തേഡുണ്ട്, അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡും ഫാമിലി ബഡ്ജറ്റ് മെത്തേഡും. അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൻ്റെ ഇക്വേഷൻ കൊടുത്തു, ദെൻ ഫാമിലി ബഡ്ജറ്റ് മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു. ദെൻ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് XT minus 1 ഡിവൈഡ് ബൈ XT minus 1 ഇൻറ്റു 100. ഇൻഡസ്ട്രി പ്രൊഡക്ഷൻ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സിഗ്മ W ഇൻറ്റു Q1 ഡിവൈഡ് ബൈ Q0 ഇൻറ്റു 100 ഡിവൈഡ് ബൈ സിഗ്മ W. ഇവിടെ തന്നിരിക്കുന്ന ഈ ഇക്വേഷൻസിൻ്റെ ഒക്കെ മോഡൽ തന്നെയാണ്, നേരത്തെ തന്നിട്ടുള്ള മോഡൽ തന്നെയാണ്. ദെൻ റിയൽ ഇൻകം ഓഫ് വേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ പ്രസൻറ്റ് വേജ് ഡിവൈഡ് ബൈ പ്രസൻറ്റ് പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു 100 എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ വളരെ വലിയൊരു ചാപ്റ്ററാണ്. നമുക്കതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഇതുമായിട്ട് ഓരോ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് എടുത്ത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഡൗട്ട് വരുമ്പോൾ എൻ്റെ വീഡിയോ നോക്കുക, വീഡിയോയിൽ അത് എങ്ങനെയാണ് ചെയ്ത് പഠിപ്പിച്ചെന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് ലൈവ് ക്ലാസ്സിൽ കൂടുതലായിട്ട് വിശദീകരിക്കാം. ഇനി ഒരു ചാപ്റ്ററും കൂടി ഉള്ളൂ, യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഇൻ എക്കണോമിക്സ്. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാവുന്നുള്ളൂ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.